ഇന്ന് നമ്മൾ ഈ ഡോക്യുമെന്റിൽ കാണുന്ന എല്ലാ ബേസിക് ഗിറ്റ് കമാൻഡ്സും പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഗിറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എങ്ങനെയാണ് ഗിറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. വൺസ് ഗിറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഗിറ്റിൻ്റെ എല്ലാ കമാൻഡ്സും പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ ഫോൾഡർ. അത് ഞാൻ പേര് കൊടുക്കാൻ പോവാ, ലേൺ ഗിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഇനി ഞാൻ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ആ ഫോൾഡർ എംപ്റ്റിയാണ്, അതിനകത്തൊന്നുമില്ല. ഇനി ഞാൻ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ പോവാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്കിവിടെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓപ്പൺ ഗിറ്റ് ബാഷ് ഹിയർ എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ ഗിറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഗിറ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഓപ്ഷൻ വന്നു. അപ്പോൾ ഞാൻ ഓപ്പൺ ഗിറ്റ് ബാഷ് ഹിയർ എന്നുള്ള ഓപ്ഷനുമേ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ദേ എനിക്കൊരു ഗിറ്റ് ബാഷിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. ഇത് ഞാനിപ്പം റൈറ്റ് സൈഡിലേക്ക് വെക്കാം. നമ്മുടെ ഫോൾഡർ ലെഫ്റ്റ് സൈഡിലും. ഓക്കെ. ഇനി ഇതിൻ്റെ സൈസ് ഭയങ്കര ചെറുതാണ്. അത് കൂട്ടാൻ വേണ്ടിയിട്ട് കൺട്രോളും പ്ലസ് ഐക്കണുമേ ഞെക്കിയാൽ മതി. ഓക്കെ. ഇപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ പേര്. പിന്നെ ഇതൊരു വിൻഡോസ് 64 ബിറ്റ് ലാപ്ടോപ്പാണ്. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് നമ്മുടെ ഫോൾഡറിൻ്റെ പാത്ത്. അതായത് ഞാൻ ഡെസ്ക്ടോപ്പിൽ ലേൺ ഗിറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ് ഉണ്ടാക്കിയത്. അത് നമ്മുടെ ഫോൾഡറിൻ്റെ പാത്ത്. ഇനി ഞാനൊരു ബേസിക് ഗിറ്റ് കമാൻഡ് അടിക്കാൻ പോവാ. ഗിറ്റ് സ്റ്റാറ്റസ്. എന്താ സ്റ്റാറ്റസ്? അതായത് ഈ ഫോൾഡറിൻ്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കമാൻഡാണ്. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. കണ്ടോ? അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. എന്താ? ഫൈറ്റിൽ നോട്ട് എ ഗിറ്റ് റെപ്പോസിറ്ററി. ഇതൊരു ഗിറ്റ് റെപ്പോസിറ്ററി അല്ല എന്നൊരു മെസ്സേജ് വന്നു. അതായത് നമ്മുടെ ഈ ഫോൾഡർ ഇപ്പോൾ ഒരു ഗിറ്റ് റെപ്പോസിറ്ററി അല്ല. അപ്പോൾ ഇതെങ്ങനെ ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ആക്കാം? റെപ്പോസിറ്ററി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ഫോൾഡർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഗിറ്റ് റെപ്പോസിറ്ററി അല്ല. ഇതിനെ നമുക്ക് എങ്ങനെ ഗിറ്റ് റെപ്പോസിറ്ററി ആക്കാം? അതിന് വേണ്ടി ടൈപ്പ് ചെയ്യുന്ന കമാൻഡാണ് ഗിറ്റ് ഇനിറ്റ്. അതായത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. കണ്ടോ? ഇനീഷ്യലൈസ്ഡ് എംപ്റ്റി ഗിറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡോട്ട് ഗിറ്റ് ഫയൽ ജനറേറ്റ് ആയി. ഒരു ഫോൾഡർ ജനറേറ്റ് ആയി. കണ്ടോ? ഓക്കെ. ഇനി ഞാൻ ഒന്നുകൂടെ ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചാൽ എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് നേരത്തെ പോലെ ആ ഒരു മെസ്സേജ് അല്ല വരുന്നത്. മറിച്ച് ഓൺ ബ്രാഞ്ച് മാസ്റ്റർ നോ കമ്മിറ്റ്സ് യെറ്റ് നത്തിങ് ടു കമ്മിറ്റ്. അപ്പോൾ എന്താണ് ബ്രാഞ്ച് മാസ്റ്റർ കമ്മിറ്റ് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കും. ഓക്കെ. ഇനി ഞാൻ ഈ ഗിറ്റ് ബാഷ് വിൻഡോ എനിക്ക് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഞെക്കേണ്ടത് കൺട്രോളും എല്ലുവാ. കണ്ടോ? ഈ ഗിറ്റ് ബാഷ് വിൻഡോ ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ 2 കമാൻഡുകൾ പഠിച്ചു. എന്തൊക്കെയാ? ഗിറ്റ് ഇനിറ്റ് റെപ്പോസിറ്ററി ഇനീഷ്യലൈസ് ചെയ്യാനും ഗിറ്റ് സ്റ്റാറ്റസ് നമ്മുടെ ഫോൾഡറിൻ്റെ കറന്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടും. ഓക്കെ. ഇനി ഞാൻ നമ്മുടെ ഫോൾഡറിൽ വന്നിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഗിറ്റ് ബിഹൈൻഡ് ദ സീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഗിറ്റ് ഫോൾഡർ ജനറേറ്റ് ചെയ്ത് കണ്ടോ? ഇപ്പോൾ നമ്മൾ PPT പോയി കഴിഞ്ഞാൽ ഇനി ഗിറ്റ് ബിഹൈൻഡ് ദ സീൻ എങ്ങനെ വർക്ക് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതായത് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി. പിന്നെ നമുക്കുള്ളത് ഒരു സ്റ്റേജിംഗ് ഏരിയ. അത് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഉള്ളതാണ് ലോക്കൽ റെപ്പോസിറ്ററി. അതായത് ഒരു ഡോട്ട് ഗിറ്റ് ഫോൾഡർ. നമ്മൾ ഗിറ്റ് ഇനിറ്റ് അടിച്ചപ്പോൾ ഒരു ഡോട്ട് ഗിറ്റ് ഫോൾഡർ വന്നില്ലേ? അതാണ് നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററി. അപ്പോൾ ഇങ്ങനെ 3 ഏരിയാസ് ആണ് ഉള്ളത്. ആദ്യം വർക്കിംഗ് ഡയറക്ടറി, പിന്നെ സ്റ്റേജിംഗ് ഏരിയ, പിന്നെ ലോക്കൽ റെപ്പോസിറ്ററി. ഓക്കെ. ഇപ്പോൾ സപ്പോസ് ഞാൻ എൻ്റെ ഫോൾഡറിൽ ഒരു ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പം ആ ഫയൽ ഞാൻ സ്റ്റേജിംഗ് ഏരിയയിലോട്ട് എത്തിക്കണമെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യേണ്ട ഗിറ്റ് കമാൻഡാണ് ഗിറ്റ് ആഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഗിറ്റ് ആഡ് ചെയ്യുമ്പം എൻ്റെ ഫയൽ എന്താവും? സ്റ്റേജിംഗ് ഏരിയയിലെത്തും. ഇനി സ്റ്റേജിംഗ് ഏരിയയിൽ നിന്ന് ലോക്കൽ റെപ്പോസിറ്ററിയിലോട്ട് എത്തണമെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ് എന്ന കമാൻഡ്. അത് ടൈപ്പ് ചെയ്യുമ്പം എൻ്റെ ഫയൽ ലോക്കൽ റെപ്പോസിറ്ററിയിലെത്തും. അപ്പോൾ എൻ്റെ ഫോൾഡറിൽ കിടക്കുന്ന ഫയൽ ലോക്കൽ റെപ്പോസിറ്ററിയിൽ എത്തണമെങ്കിൽ ഞാൻ 2 കമാൻഡുകൾ ടൈപ്പ് ചെയ്യണം. ഒന്ന് ഗിറ്റ് ആഡും പിന്നെ ഗിറ്റ് കമ്മിറ്റും. ഓക്കെ. നമുക്ക് നമ്മുടെ ഫോൾഡറിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ ഫയൽ, ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ്. അത് ഞാൻ പേര് കൊടുക്കാൻ പോവാ, ഫസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഇപ്പം ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും റെഡ് കളറിൽ നമ്മുടെ ഫയലിൻ്റെ പേര്. അതൊരു അൺട്രാക്ഡ് ഫയലാന്ന് പറഞ്ഞിട്ട് ഗിറ്റ് മെസ്സേജ് തരിക. അപ്പോൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഗിറ്റ് ആഡ് കൊടുക്കണം. അപ്പോൾ ഗിറ്റ് ആഡ് നമ്മുടെ ഫയലിൻ്റെ പേര് കൊടുക്കണം, ഡോട്ട് ടെക്സ്റ്റ്. അപ്പോൾ ഗിറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഫയൽ സ്റ്റേജിംഗ് ഏരിയയിലേക്ക് ആഡ് ആവും. അപ്പോൾ ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഗിറ്റ് സ്റ്റാറ്റസ് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും ഈ റെഡ് കളർ ഫയൽ നെയിം ഇപ്പോൾ എന്തായി? ഗ്രീൻ കളറായി. എന്ന് വെച്ചാൽ നമുക്ക് ഇനി അത് കമ്മിറ്റ് ചെയ്യാം. അപ്പോൾ കമ്മിറ്റ് ചെയ്യണമെങ്കിലുള്ള കമാൻഡ് എന്താ? ഗിറ്റ് കമ്മിറ്റ്. ഇനി എപ്പോഴും നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒപ്പം ഒരു മെസ്സേജും കൊടുക്കണം, നമ്മൾ എന്താ ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെസ്സേജ് കൊടുക്കാനുള്ളൊരു കമാൻഡാണ് -m, മെസ്സേജ് കൊടുക്കാൻ. ഇനി ആ മെസ്സേജ് നമ്മളെപ്പോഴും ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലും ഇടണം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തത്? ഒരു ഫസ്റ്റ് ഫയൽ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ ആ മെസ്സേജ് കൊടുക്കാൻ പോവുക, ആഡഡ് ഫസ്റ്റ് ഫയൽ ഇൻ മാസ്റ്റർ ബ്രാഞ്ച്. ബ്രാഞ്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ, ആഡഡ് ഫസ്റ്റ് ഫയൽ ഇൻ മാസ്റ്റർ. ഞാൻ എൻ്റർ അടിച്ചു. ഓക്കെ. അപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റും ഒരു കമ്മിറ്റ് ഹാഷ് വന്നിട്ടുണ്ട് ഇവിടെ, D1CD1FE എന്ന് പറഞ്ഞിട്ട്. അതൊരു യുണീക്ക് ഹാഷ് കോഡാണ്. അതെന്താണെന്നും പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തു ഫയൽ. ഓക്കെ. ഇനി ഞാൻ എൻ്റെ ഗിറ്റ് ബാഷ് ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും എൻ്റെ വർക്കിംഗ് ട്രീ ക്ലീൻ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഗിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രീ പോലെയാണ്. ഓക്കെ. ട്രീയിൽ ഏറ്റവും ആദ്യത്തെ ബ്രാഞ്ച് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചാണ് മാസ്റ്റർ ബ്രാഞ്ച്. ഓക്കെ.
ഈ മാസ്റ്റർ ബ്രാഞ്ചിലേക്കായിരിക്കും നമ്മൾ ആദ്യമേ കമ്മിറ്റുകൾ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഫയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഒരു ഫസ്റ്റ് കമ്മിറ്റ് നമ്മൾ ചെയ്തു. ഫസ്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒപ്പം ഒരു ഹാഷ് കോഡും ജനറേറ്റ് ആവും. അതൊരു യുണീക്ക് ഹാഷ് കോഡ് ആയിരിക്കും. അപ്പോൾ എല്ലാ കമ്മിറ്റിനും ഒരു യുണീക്ക് ഹാഷ് കോഡും ഉണ്ടാവും. ഓക്കെ. ഇനി ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിവിടെ ഗിറ്റ് ബാഷ് വിൻഡോ ക്ലിയർ ചെയ്തു. ഒരു സെക്കൻഡ് ഫയലും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ന്യൂ സെക്കൻഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. സെക്കൻഡ് ഫയൽ. ഇനി ഞാനത് സ്റ്റേജിംഗ് ഏരിയയിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് കമാൻഡ് കൊടുക്കണ്ടേ? ഗിറ്റ് ആഡ്. എന്നിട്ട് ഫയലിൻ്റെ പേര് കൊടുക്കണം. ഫയലിൻ്റെ പേര് ഞാൻ മൊത്തം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ആദ്യത്തെ 2 ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് ടാബ് കീമേ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഫുൾ പേരിങ്ങനെ തനിയെ വരും. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. ഈ ഫയൽ നമ്മൾ സ്റ്റേജിംഗ് ഏരിയയിലോട്ട് ആഡ് ആയി കഴിഞ്ഞാൽ അടുത്ത കമാൻഡ് എന്താ? ഗിറ്റ് കമ്മിറ്റ്. അപ്പോൾ കമ്മിറ്റ് കമാൻഡ് അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മെസ്സേജും കൊടുക്കണം. മെസ്സേജ് കൊടുക്കുന്നത് എപ്പോഴും ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാവണം. അപ്പോൾ നമ്മൾ എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത്? എന്ത് നമ്മളിവിടെ ചെയ്തതെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആഡഡ് സെക്കൻഡ് ഫയൽ ഇൻ മാസ്റ്റർ ബ്രാഞ്ച്. ഓക്കെ. അപ്പോൾ എൻ്റെ ഗിറ്റ് കമ്മിറ്റും ചെയ്തു. അപ്പോൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഇവിടെ ദേ ഒരു ഹാഷ് കോഡും ജനറേറ്റ് ആവുന്നുണ്ട്. ഒരു ഹാഷ് കോഡ് വാല്യൂ. ഇനിയുള്ളൊരു കമാൻഡാണ് ഗിറ്റ് ലോഗ് എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ്. അപ്പോൾ ഞാൻ ഗിറ്റ് ലോഗ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. ദേ കണ്ടോ? ഈ കമ്മിറ്റ് ഹാഷ് എന്ന് പറയുന്നത് ഒരു 40 ലെറ്റർ ഉള്ളൊരു ഹാഷ് കോഡ് വാല്യൂ യുണീക്ക് ആയിരിക്കും എപ്പോഴും. അപ്പോൾ എനിക്ക് പിന്നെ അത് ആരെ കമ്മിറ്റ് ചെയ്തതെന്ന് കാണാൻ പറ്റും. എൻ്റെ പേര് കാണിക്കുന്നുണ്ട്, ഓതർ, ഏത് ഡേറ്റിലാണ് കമ്മിറ്റ് ചെയ്തത്, എന്താണ് കമ്മിറ്റ് മെസ്സേജ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ലോഗ് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യത്തെ കമ്മിറ്റ് എന്തായിരുന്നു? ഫസ്റ്റ് ഫയൽ ആഡ് ചെയ്തു. രണ്ടാമത്തെ കമ്മിറ്റ് എന്താ? സെക്കൻഡ് ഫയൽ ആഡ് ചെയ്തു. അങ്ങനെ 2 കമ്മിറ്റുകളും ഈ ഗിറ്റ് ലോഗ് അടിച്ചാൽ കാണാൻ പറ്റും. ഇനി ഇങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കമാൻഡ് അടിക്കാൻ പറ്റും. ഗിറ്റ് ലോഗ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. എനിക്ക് ഒരു ലൈനിൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് -1 ലൈൻ. അപ്പോൾ ദേ കണ്ടോ? നീറ്റ് ആയിട്ടുള്ള കമാൻഡ്, അല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വന്നു. കമ്മിറ്റ് ഹാഷിൻ്റെ ആദ്യത്തെ ഒരു 7 ലെറ്ററും വന്നു. കമ്മിറ്റ് മെസ്സേജും വന്നു. കണ്ടോ? ആദ്യത്തെ 7 ലെറ്ററും കമ്മിറ്റ് മെസ്സേജും. ഞാൻ എൻ്റെ ഗിറ്റ് ബാഷിൻ്റെ വിൻഡോ ക്ലിയർ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഗിറ്റ് ആഡും എന്തൊക്കെ കമാൻഡുകളാണ് നമ്മൾ പഠിച്ചത്? ഗിറ്റ് ആഡ് പഠിച്ചു. ഗിറ്റ് ഇൻറ്റ് ഗിറ്റ് സ്റ്റാറ്റസ് ഏറ്റവും ആദ്യമേ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഗിറ്റ് ആഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് പഠിച്ചു. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പഠിച്ചു ഫയൽ. ഇനി സപ്പോസ് നമുക്ക് ഈ ഫയൽ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനൊരു കമാൻഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഗിറ്റ് ലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ലോഗ് കാണാൻ പറ്റും. അത് 1 ലൈൻ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നീറ്റായിട്ട് സിമ്പിളായിട്ട് കമ്മിറ്റ് ഹാഷും കമ്മിറ്റ് മെസ്സേജും മാത്രമുള്ള ലോഗ് വരും. ഓക്കെ. ഇനി എനിക്ക് ഇവിടുന്ന് ഈ സെക്കൻഡ് ഫയൽ റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് ഗിറ്റ് rm, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിമൂവ് ഫയലിൻ്റെ പേര് കൊടുക്കുക. കുറച്ച് ലെറ്ററുകൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ടാബ് കീമേ ക്ലിക്ക് ചെയ്യുക. എൻ്റർ അടിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ ഫയൽ ഇതേ കണ്ടോ? വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്ന് റിമൂവ് ആയിപ്പോയി. ഫയൽ പോയി. ഇനി ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. കണ്ടോ? ഗ്രീൻ കളറിൽ ഡിലീറ്റഡ്. സെക്കൻഡ് ഫയൽ ഡിലീറ്റഡ് ആയി. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇവിടെ വെച്ച് നമ്മുടെ പണി കഴിഞ്ഞു എന്ന്. ഇത് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ റെപ്പോസിറ്ററിനെ അറിയിക്കണം നമ്മൾ ഈ ഫയൽ ഡിലീറ്റ് ചെയ്തു എന്ന്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കമ്മിറ്റ് ചെയ്യണം. ലോക്കൽ റെപ്പോസിറ്ററി എത്തണമെങ്കിൽ എപ്പോഴും നമ്മൾ കമ്മിറ്റ് ചെയ്യണം. കമ്മിറ്റ് ചെയ്തിട്ട് മെസ്സേജ് കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫയൽ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുക്കണം. ഡിലീറ്റഡ് സെക്കൻഡ് ഫയൽ എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കണം. ഇപ്പോഴാണ് നമ്മുടെ പണി അവസാനിക്കുക. വെറുതെ ഡിലീറ്റ് അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ട് കാര്യമില്ല. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ഹിസ്റ്ററിനെ അല്ലെങ്കിൽ ലോക്കൽ റെപ്പോസിറ്ററിനെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ കമ്മിറ്റ് ചെയ്യണം. സെക്കൻഡ് ഫയൽ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഗിറ്റ് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫയൽ റിമൂവ് ചെയ്യാനുള്ളൊരു കമാൻഡ്. ഇനി സപ്പോസ് ഞാൻ ഓക്കെ ഇത് ക്ലിയർ ചെയ്തു. നമുക്ക് PPTയിലോട്ട് പോവാം. സപ്പോസ് നമ്മൾ സ്റ്റേജിംഗ് ഏരിയയിലോട്ട് ഫയൽ ആഡ് ചെയ്തു. എനിക്ക് ഇവിടുന്ന് കമ്മിറ്റ് ചെയ്തിട്ടില്ല ഫയൽ. സ്റ്റേജിംഗ് ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കമാൻഡ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഫയൽ നമ്മൾ സ്റ്റേജിംഗ് ഏരിയ വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ന്യൂ ഒരു തേർഡ് ഫയൽ എന്ന് പറഞ്ഞ് പേര് കൊടുക്കാൻ പോവുക. അപ്പോൾ ഫയൽ സ്റ്റേജിംഗ് ഏരിയയിൽ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗിറ്റ് ആഡ് ഫയൽ നെയിം കൊടുക്കണം. ഫയൽ നെയിം കൊടുത്തു. അപ്പോൾ ഫയൽ എന്താവും? സ്റ്റേജിംഗ് ഏരിയയിലോട്ട് ആഡ് ആവും. സ്റ്റേജിംഗ് ഏരിയയിലോട്ട് ആഡ് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കണം. അപ്പോൾ ഗ്രീൻ കളറിൽ വന്നു. അതായത് ഫയൽ സ്റ്റേജിംഗ് ഏരിയയിലോട്ട് ആഡ് ആയി. പക്ഷേ എനിക്ക് ഇനി സ്റ്റേജിംഗ് ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്യണം ഫയലിനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഗിറ്റ് rm ഫയൽ നെയിം എന്ന് കൊടുത്താൽ പോരാ. അതിൻ്റെ ഒപ്പം കാഷ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫയലിൻ്റെ പേര് കൊടുക്കണം. അപ്പോഴാണ് സ്റ്റേജിംഗ് ഏരിയയിൽ നിന്ന് ഫയൽ റിമൂവ് ആവുക. ഇനി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? റെഡ് കളറിലായി. അതായത് സ്റ്റേജിംഗ് ഏരിയയിൽ നിന്ന് ഫയൽ റിമൂവ് ആയി. അപ്പോൾ ഗിറ്റ് rm കമ്മിറ്റ് ചെയ്ത ഫയലുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗിറ്റ് rm കാഷ്ഡ് എന്ന് പറയുന്ന കമാൻഡ് സ്റ്റേജിംഗ് ഏരിയയിൽ നിന്ന് ഫയലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഗിറ്റ് ബാഷ് വിൻഡോ ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ ഡോക്യുമെന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ഗിറ്റ് rm എന്ന കമാൻഡ് പഠിച്ചു. ഫയൽ റിമൂവ് ചെയ്യാനാണ്. ഗിറ്റ് കമ്മിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സ്റ്റേജിംഗ് ഏരിയയിൽ നിന്ന് ലോക്കൽ റെപ്പോസിറ്ററിയിലോട്ട് ഫയൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് കമ്മിറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഗിറ്റ് കമ്മിറ്റ് അമെൻഡ്. സപ്പോസ് നമ്മൾ ഗിറ്റ് ലോഗ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലേറ്റസ്റ്റ് 3 കമ്മിറ്റുകൾ. അതിൽ ലാസ്റ്റ് കമ്മിറ്റിൽ നമ്മൾ ഇങ്ങനെയാണ് കമ്മിറ്റ് മെസ്സേജ് ഡിലീറ്റഡ് സെക്കൻഡ് ഫയൽ. സെക്കൻഡ് ഡി ഈസ് നോട്ട് ദെയർ. ഡി ഇല്ല. അപ്പോൾ നമ്മൾ ഈ കമ്മിറ്റ് മെസ്സേജ് എഡിറ്റ് ചെയ്യണം. അതിന് നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് കമ്മിറ്റ് അമെൻഡ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ ഗിറ്റ് കമ്മിറ്റ് -amend എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കൊരു ഡിഫോൾട്ട് എഡിറ്റർ വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ ഇത് വിം എഡിറ്ററാണ് ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ആവുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ചില കീസ് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഓടിപ്പോയി ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഇൻസേർട്ടുമേ ക്ലിക്ക് ചെയ്യണം. ഇൻസേർട്ട്. ഓക്കെ. ഇനി നമുക്ക് കണ്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? സെക്കൻഡ് ഫയലിൽ നിന്ന് ഡി കൊടുക്കണം. നമ്മൾ കമ്മിറ്റ് മെസ്സേജ് എഡിറ്റ് ചെയ്യുക. ഓക്കെ. സെക്കൻഡ് ഫയൽ നമ്മൾ എവിടെ എഡിറ്റ് ചെയ്തേ? മാസ്റ്ററിലാന്ന് പറഞ്ഞിട്ട് കമ്മിറ്റ് മെസ്സേജ് നമ്മൾ എഡിറ്റ് ചെയ്തു. ഓക്കെ. ഇനി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എസ്കേപ്പ് കീ നിൽക്കുക. എന്നിട്ട് :W അതായത് നമ്മൾ റൈറ്റ് ചെയ്തു എന്ന് പറയുന്നത്. :W ഞെക്കിയിട്ട് എൻ്റർ അടിക്കുക. അടുത്തത് :Q എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യണം. എന്തിനാ? വിം എഡിറ്ററിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ക്വിറ്റ് ചെയ്തു. കണ്ടോ? ഇപ്പം നമ്മുടെ കമ്മിറ്റ് മെസ്സേജ് ഉണ്ട്. ഡിലീറ്റഡ് സെക്കൻഡ് ഫയൽ ഇൻ മാസ്റ്റർ എന്നായി. നമ്മളിനി ഒന്നുകൂടെ ലോഗ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമ്മുടെ കമ്മിറ്റ് മെസ്സേജ് ഡിലീറ്റഡ് സെക്കൻഡ് ഫയലിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഡി വാസ് നോട്ട് ദെയർ. ഇപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് കമ്മിറ്റ് മെസ്സേജ് ഉണ്ട്. കണ്ടോ? ഇപ്പം വ്യത്യാസം മനസ്സിലായോ? നേരത്തെ നമ്മുടെ മൂന്നാമത്തെ കമ്മിറ്റ് ഇങ്ങനെയായിരുന്നു. ഡിലീറ്റഡ് സെക്കൻഡ് ഫയലിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മെസ്സേജ് കണ്ടോ? ഡിലീറ്റഡ് സെക്കൻഡ് ഫയൽ ഇൻ മാസ്റ്റർ. അതായത് നമ്മൾ കമ്മിറ്റ് മെസ്സേജ് എഡിറ്റ് ചെയ്തു. അപ്പോൾ ഗിറ്റ് കമ്മിറ്റ് amend എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കമ്മിറ്റ് മെസ്സേജ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ വല്ല ഫയൽസും ആ പഴയ കമ്മിറ്റിൻ്റെ ഒപ്പം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗിറ്റ് കമ്മിറ്റ് amend എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. ഇനി വിം എഡിറ്റർ ഓപ്പൺ ചെയ്യുമ്പം വിം എഡിറ്ററിൽ യൂസ് ചെയ്യേണ്ട കീസാണിത്. :W സേവ് ചെയ്യാൻ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ ചേഞ്ചസ്. :Q ക്വിറ്റ് ചെയ്യാൻ. :W ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സേവും ചെയ്യും ക്വിറ്റും ചെയ്യും. പിന്നെ ഇത് ഫോഴ്സ് ആയിട്ട് ക്വിറ്റ് ചെയ്യാൻ. Q എക്സ്ക്ലമേറ്ററി ഫാക്ടർ. ഇനി ഇങ്ങനെ നമുക്ക് വിം എഡിറ്ററിൻ്റെ ആ വിൻഡോ വേണ്ട. ഒറ്റ ലൈനിൽ തന്നെ എല്ലാം നടക്കും. ഗിറ്റ് കമ്മിറ്റ് amend പിന്നെ -m കൊടുത്തിട്ട് കമ്മിറ്റ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒറ്റ ലൈനിൽ ചെയ്യാൻ പറ്റും. വിം എഡിറ്റർ ഓപ്പൺ ആവില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഗിറ്റ് ബാഷ് വിൻഡോ ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഗിറ്റ് ലോഗ് കൊടുക്കുക ആദ്യം 1 ലൈൻ. അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് കമ്മിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് കമ്മിറ്റ് ഡിലീറ്റഡ് സെക്കൻഡ് ഫയൽ ഇൻ മാസ്റ്റർ എന്നാണ്. ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ തേർഡ് ഫയൽ നേരത്തെ നമ്മൾ റിമൂവ് പഠിച്ചപ്പം റിമൂവ് ആക്കി വെച്ചേക്കുക. ഇനി തേർഡ് ഫയൽ ഞാൻ എൻ്റെ പ്രീവിയസ് കമ്മിറ്റിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം സ്റ്റേജിങ് ഏരിയയിലോട്ട് ഫയലിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഗിറ്റ് ആഡ് ഫയലിൻ്റെ പേര് കൊടുത്തു. ഇനി എനിക്ക് ഗിറ്റ് കമ്മിറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പുതിയ കമ്മിറ്റ് ആവും. എനിക്ക് പുതിയ കമ്മിറ്റ് ആവണ്ട. പ്രീവിയസ് കമ്മിറ്റി തന്നെ എനിക്ക് ഇതിനെ കയറ്റി വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? amend കൊടുക്കണം. പ്രീവിയസ് കമ്മിറ്റി തന്നെ കയറ്റി വിടാൻ. ഇനി എനിക്ക് വിം എഡിറ്റർ ഓപ്പൺ ചെയ്യേണ്ട. ഒറ്റ ലൈൻ തന്നെ മെസ്സേജും ടൈപ്പ് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ മെസ്സേജ് കൊടുത്തു. പിന്നെ ഡബിൾ കോട്ട്സിൽ മെസ്സേജ് കൊടുക്കുക. തേർഡ് ഫയൽ ഓൾസോ അപ്ലോഡിങ്. എന്നിട്ട് ഡബിൾ കോട്ട്സിൽ മെസ്സേജ് കൊടുത്തു. എൻ്റർ അടിച്ചു. കണ്ടോ? ഇപ്പം ഇനി ഞാൻ ഗിറ്റ് ലോഗ് 1 ലൈൻ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. കണ്ടോ? ഞാൻ 3 കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. തേർഡ് ഫയലിന് വേണ്ടി പുതിയൊരു കമ്മിറ്റ് ഞാൻ ചെയ്തിട്ടില്ല. പഴയ കമ്മിറ്റി തന്നെ ഞാൻ എന്ത് ചെയ്തു? തേർഡ് ഫയലും അപ്ലോഡ് ചെയ്ത് വിട്ടു. ഓക്കെ. അപ്പോൾ അതിനാണ് നമ്മൾ ഗിറ്റ് കമ്മിറ്റ് amend എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗിറ്റ് ബാഷ് വിൻഡോ ക്ലിയർ ചെയ്യാം. ഇനി നമ്മൾ ഗിറ്റ് കമ്മിറ്റ് amend ഒരിക്കലും ഒരു കമ്മിറ്റ് ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഗിറ്റ് ഹബ് എന്നൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്ത കമ്മിറ്റുകൾക്ക് നമ്മൾ ഗിറ്റ് കമ്മിറ്റ് amend യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത ഗിറ്റ് കമാൻഡാണ് ഗിറ്റ് ലോഗ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ഗിറ്റ് ലോഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ആ ലോഗ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചെയ്ത കമ്മിറ്റുകൾ കാണാൻ വേണ്ടിയിട്ട്. ഗിറ്റ് ലോഗിൽ തന്നെ കുറേ വെറൈറ്റികളുണ്ട്. ഗിറ്റ് ലോഗ് 1 ലൈൻ ഒരു വെറൈറ്റി ഞാൻ കാണിച്ചു തന്നു. അതായത് നമുക്ക് നീറ്റായിട്ട് സാധനം കാണും. 7 ലെറ്റർ കമ്മിറ്റ് ഹാഷിൻ്റെ 7 ലെറ്ററും പിന്നെ കമ്മിറ്റ് മെസ്സേജും അങ്ങനെ നീറ്റായിട്ട് കാണിക്കും. അതുപോലെ ഇനി കുറേ ഗിറ്റിൻ്റെ ലോഗിൻ്റെ പല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ഗിറ്റ് ലോഗ് 1 ലൈൻ. ഗിറ്റ് ലോഗ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റയർ സംഭവം കാണിക്കും. എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. നമുക്ക് ഗിറ്റ് ലോഗ് 1 ലൈൻ എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ആ കമ്മിറ്റ് മെസ്സേജും പിന്നെ കമ്മിറ്റിൻ്റെ ഹാഷ് ലെറ്ററിൻ്റെ ഒരു 7 ലെറ്ററും കാണിക്കുള്ളൂ. ഇനി ഗിറ്റ് ലോഗ് ഗ്രാഫ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബ്രാഞ്ച് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഗ്രാഫ് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ബ്രാഞ്ചിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബ്രാഞ്ചിങ് പഠിക്കുന്ന സമയത്ത് വേറെ ബ്രാഞ്ചൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം ഇവിടുന്ന് ഇങ്ങനെ വേറെ ബ്രാഞ്ച് പോകുന്നതൊക്കെ കാണാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഗിറ്റ് ലോഗ് ഗ്രാഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഗിറ്റ് ലോഗ് ഓർഡർ വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ആരാ കമ്മിറ്റ് ചെയ്തത്. ഇപ്പോൾ ഗിറ്റ് എന്ന് പറയുന്നത് കുറേ ആൾക്കാർ കമ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ മാത്രമായിരിക്കില്ല ഒരു റെപ്പോസിറ്ററിയിൽ വർക്ക് ചെയ്യുക. കുറേ ആൾക്കാർ വർക്ക് ചെയ്യും. അപ്പം ആരൊക്കെ എന്തൊക്കെ കമ്മിറ്റാണ് ചെയ്തതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഓർഡർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഗിറ്റ് ലോഗ് ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ മാത്രമേ ഈ സ്മാർട്ട് എഞ്ചിനീയർ മാത്രമേ കമ്മിറ്റുകൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. ഇപ്പം കുറേ പേരുടെ ഒരു പബ്ലിക് റെപ്പോസിറ്ററി ആണെന്ന് വിചാരിക്കുക. അവിടെ കുറേ പേര് കമ്മിറ്റ് ചെയ്യും. നിങ്ങളൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുക. അപ്പോൾ കുറേ പേര് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവരുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവർ ചെയ്ത കമ്മിറ്റുകൾ മാത്രമായിട്ട് കാണാൻ പറ്റും. കണ്ടോ? സ്മാർട്ട് എഞ്ചിനീയർ ആ റെഡ് കളറിൽ കാണിക്കുന്നുണ്ടോ? അപ്പോൾ അവരുടെ കമ്മിറ്റുകൾ മാത്രം കാണാൻ പറ്റും. അതാണ് ഗിറ്റ് ലോഗ് ഓർഡർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സിൻസ് ഉണ്ട്, അണ്ടിലുണ്ട്, ജിറെപ്പ് ഉണ്ട്. ഇപ്പോൾ സിൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് തൊട്ടുള്ള കമ്മിറ്റുകളാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ സിൻസ് കൊടുക്കാം. അണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ന ഡേറ്റ് വരെയുള്ള കമ്മിറ്റുകളാണ് വേണ്ടത്. ആ സമയത്ത് അണ്ടിൽ കൊടുക്കാം. ഇനി ജിറെപ്പ് എന്ന് പറയുന്നത് റെഗുലർ എക്സ്പ്രഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുമല്ലോ. ആ കമ്മിറ്റ് മെസ്സേജിൻ്റെ ഉള്ളിൽ
ഇപ്പോൾ ബഗ് ഫിക്സ് എന്നുള്ള കമ്മിറ്റ് മെസ്സേജ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കമ്മിറ്റുകൾ മാത്രം എടുത്തുകൊണ്ട് വരണമെങ്കിൽ ഗിറ്റ് ലോഗ് ജി റെപ്പ് റെഗുലർ എക്സ്പ്രഷൻ അത് നമുക്ക് കൊടുക്കാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ PR കമന്റ് ഫിക്സ്ഡ്, ഇഷ്യൂ റിസോൾവ്ഡ്. ഇപ്പോൾ ഇഷ്യൂ എന്നുള്ള വാക്കുള്ള കമ്മിറ്റുകൾ മാത്രം എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഇഷ്യൂ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഗിറ്റ് ലോഗിന് കുറേ വെറൈറ്റികളുണ്ട്. ഓക്കെ, അതൊക്കെ ഈ ഡോക്യുമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതിനകത്ത് തന്നെ എക്സാമ്പിളുകളായിട്ട് ഞാൻ ഡോക്യുമെന്റ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗിറ്റ് ലോഗ് ബഗ് ഫിക്സ് എന്ന് പറഞ്ഞാൽ ബഗ് ഫിക്സ് ഉള്ള കമ്മിറ്റ് മെസ്സേജുകൾ മാത്രം എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്തതാണ് ഗിറ്റ് റീസെറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ഇമ്പോർട്ടൻറ്റ് കമാൻഡുകളാണ് ഗിറ്റ് റീസെറ്റും ഗിറ്റ് റിവേർട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഗിറ്റ് റീസെറ്റും ഗിറ്റ് റിവേർട്ടും പഠിക്കാൻ പോവാം. അതിനുവേണ്ടി നമ്മൾ വർക്ക് സ്പേസിലേക്ക് വന്നു. നമ്മുടെ വർക്ക് സ്പേസിലേക്ക് വന്നു. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ന്യൂ ഒരു വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അത് ഞാൻ ഫസ്റ്റ് വേർഡ് ഡോക്ക് എന്ന് പേര് കൊടുക്കാൻ പോവാം. ഫസ്റ്റ് വേർഡ് ഡോക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗിറ്റ് ആഡ് ഫയൽ നെയിം കൊടുക്കും. ഓക്കെ, ഈ ഗിറ്റ് ആഡിൽ തന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ എങ്ങനെ ചെയ്യാറ്, ഗിറ്റ് ആഡ് ഫയലിൻ്റെ പേര് കൊടുക്കും അല്ലേ. ഇനി സപ്പോസ് നമ്മൾ വിചാരിക്കും ഇവിടെ ഇപ്പം വേറൊരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്തു, ന്യൂ സെക്കൻഡ് വേർഡ് ഡോക്ക് എന്ന് പറഞ്ഞിട്ട്, സെക്കൻഡ് വേർഡ് ഡോക്ക്. അങ്ങനെ വേറൊരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അടുത്ത സെക്കൻഡ് വേർഡ് ഡോക്ക് എന്ന് പറഞ്ഞ ഫയൽ നെയിം ചെയ്തു. ഇപ്പോൾ 2 എണ്ണം ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഇതൊരു 10 ഫയൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ 10 എണ്ണം 10 പ്രാവശ്യം ഇതിൽ പേര് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എല്ലാ ഫയൽസും ഒറ്റയടിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഉള്ള ഓപ്ഷൻസ് ആണ്, ഒന്നെങ്കിൽ ഗിറ്റ് ആഡ് ഡോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗിറ്റ് ആഡ് ഹൈഫൺ ഹൈഫൺ ഓൾ കൊടുക്കുക, അതും അല്ലെങ്കിൽ ഗിറ്റ് ആഡ് ഹൈഫൺ ക്യാപിറ്റൽ എ കൊടുക്കുക. ഇതൊക്കെയാണ് കുറേ ഫയൽസ് ആഡ് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷൻസ്. ഇപ്പോൾ ഞാൻ ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. ഇനി ഫയൽ ആഡ് ചെയ്ത് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഗിറ്റ് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കണം. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോണേ, വേർഡ് ഡോക്ക് ഫയൽസ് ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൊടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് 2 ഫയൽസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇത് വന്നു, കമ്മിറ്റ് മെസ്സേജ് വന്നു. ഇനി ഞാൻ ഗിറ്റ് ലോഗ് 1 ലൈൻ എൻ്റെ ലോഗ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെ നടന്ന സംഭവങ്ങൾ, ഫസ്റ്റ് ഫയൽ ആഡ് ചെയ്തു, സെക്കൻഡ് ഫയൽ ആഡ് ചെയ്തു, തേർഡ് ഫയൽ ആഡ് ചെയ്തു, അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കമ്മിറ്റ് എന്താ, വേർഡ് ഡോക്ക് ഫയൽസ് ആഡ് ചെയ്തു. ഓക്കെ, ഇനി എൻ്റെ മാനേജർ എന്നോട് വന്നിട്ട് പറയുക, വേർഡ് ഡോക്ക് ഫയൽ ഒന്നും പറ്റില്ല, ടെക്സ്റ്റ് ഫയലുകൾ മാത്രമേ ഇതിനകത്ത് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് പോയി, പക്ഷേ എനിക്കത് റീസെറ്റ് ചെയ്യണം, പഴയ രീതിയിലേക്ക് ആക്കണം. അപ്പോൾ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗിറ്റ് റീസെറ്റ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ഗിറ്റ് റീസെറ്റ് മാത്രം അടിച്ചാൽ പോരാ, ഗിറ്റ് റീസെറ്റ് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇതിനെ റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഹാർഡ് എന്ന് പറഞ്ഞിട്ട് അടിക്കണം, ഹൈഫൺ ഹൈഫൺ ഹാർഡ്. ഇനി നമ്മൾ ഏത് കമ്മിറ്റിലേക്ക് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏത് കമ്മിറ്റ് വരെയാണ് വേണ്ടതെങ്കിൽ ആ കമ്മിറ്റ് കോപ്പി ചെയ്യുക. ഇപ്പോൾ കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ സി അല്ല, കൺട്രോൾ ഇൻസേർട്ട് ആണ്. പിന്നെ പേസ്റ്റ് ചെയ്യാൻ ഷിഫ്റ്റ് ഇൻസേർട്ടും. അപ്പോൾ എനിക്ക് ഈ കമ്മിറ്റിലെ സ്റ്റേജിലേക്ക് വേണം വരാൻ, അതിന് മേലോട്ടുള്ളതൊന്നും വേണ്ട. അപ്പോൾ ഈ കമ്മിറ്റ് ഞാൻ കോപ്പി ചെയ്യുക. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് എൻ്റെ ഗിറ്റ് പോവും, എൻ്റെ ഹെഡ് പോവും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ കമ്മിറ്റാണ് കോപ്പി ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എന്തായിരുന്നു സ്റ്റേജ്, ആ സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഈ ഒരു കമ്മിറ്റ് കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടെ ഷിഫ്റ്റ് ഇൻസേർട്ട് പേസ്റ്റ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നോക്കിക്കോട്ടെ ഈ ലെഫ്റ്റ് സൈഡിൽ എന്താ സംഭവിക്കുകയെന്ന്. ഞാൻ എൻ്റർ അടിച്ചു. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ വേർഡ് ഫയൽസ് രണ്ടും പോയി. ഓക്കെ, ഇനി ഞാൻ ഗിറ്റ് ലോഗ് 1 ലൈൻ എന്ന് പറഞ്ഞ് അടിക്കുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും, കണ്ടോ 3 കമ്മിറ്റുകളേ ഉള്ളൂ. ആ 4ാമത്തെ കമ്മിറ്റ് എൻ്റയർലി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ റീസെറ്റ് ഹാർഡ് അടിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ആ ഫയൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ റീസെറ്റ് ഹാർഡ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ഫയൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ റീസെറ്റ് ഹാർഡ് അടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നമ്മുടെ കയ്യിൽ നിന്ന് ലോസ്റ്റ് ആവും, കയ്യിൽ നിന്ന് പോകും. ഓക്കെ, ഇനി ഗിറ്റ് റീസെറ്റ് തന്നെ ഹാർഡ് ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്, വെറും റീസെറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു എക്സാമ്പിൾ അത് പറഞ്ഞുതരാം. പിന്നെ സപ്പോസ് ഇവിടെ ന്യൂ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം, സാമ്പിൾ ഡോക്ക് എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ഓക്കെ, ഞാനിത് ഗിറ്റ് ബാഷ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഞാൻ ഗിറ്റ് ആഡ് സാമ്പിൾ ഡോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ വെറുതെ ഇപ്പോൾ നമ്മൾ എന്താ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫയൽ സ്റ്റേജിങ് ഏരിയയിലോട്ട് ആഡ് ആയി. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് ഈ ഫയലിനെ കളയണം. നമ്മൾ ഗിറ്റ് റിമൂവ് പഠിച്ചപ്പോൾ ഓർത്തില്ലേ, RM ക്യാഷ്ഡ് എന്ന് പറഞ്ഞിട്ട്, അതുപോലത്തെ ഒരു ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് ഈ ഫയലിനെ കളയണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഗിറ്റ് റീസെറ്റ് എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇനി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് പോയി, അതാണ് പച്ച കളർ മാറി റെഡ് കളറായി. ഓക്കെ, ഫയൽ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിൽ എപ്പോഴും ഉണ്ട്, ഫയൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ വെറുതെ നമ്മൾ ഗിറ്റ് റീസെറ്റ് അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിങ് ഏരിയയിൽ കിടക്കുന്ന ഫയലിനെ കളയാൻ വേണ്ടിയിട്ട്, അതിനാണ് നമ്മൾ വെറുതെ ഗിറ്റ് റീസെറ്റ് അടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ എന്താ സ്റ്റാറ്റസ്, നമ്മുടെ ഫയൽ വർക്കിംഗ് ഡയറക്ടറിയിലുണ്ട്. ഞാൻ സ്റ്റേജിങ് ഏരിയയിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഗിറ്റ് ആഡ് സാമ്പിൾ ഡോക്ക് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ അതിനെ കമ്മിറ്റ് ചെയ്യണമെങ്കിൽ ഗിറ്റ് കമ്മിറ്റ് എം നമ്മളെന്താ സാമ്പിൾ ഡോക്ക് ആഡഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റ് മെസ്സേജും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഗിറ്റ് ബാഷ് ക്ലിയർ ചെയ്തു, ഗിറ്റ് ലോഗ് 1 ലൈൻ ലോഗ് ചെക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ നമ്മുടെ ലേറ്റസ്റ്റ് കമ്മിറ്റ് സാമ്പിൾ ഡോക്ക് ആഡഡ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമുക്ക് ഈ
കമ്മിറ്റിൻ്റെ ഒപ്പം വേറെ ഫയൽസും കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ കമ്മിറ്റ് അമെൻഡ് ഒക്കെ ചെയ്ത പോലെ തന്നെ. കമ്മിറ്റ് അമെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്മിറ്റ് മെസേജ് എഡിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ ഫയൽസും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗിറ്റ് റീസെറ്റിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. ഗിറ്റ് റീസെറ്റ് സോഫ്റ്റ്, ഹാർഡ് അല്ല സോഫ്റ്റ്. കമ്മിറ്റിൻ്റെ ഹാഷ് ഇപ്പോൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക. കൺട്രോൾ ഇൻസേർട്ട് ഷിഫ്റ്റ് ഇൻസേർട്ട്. ഇപ്പോൾ ഗിറ്റ് റീസെറ്റ് സോഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്നോ സ്റ്റേജിങ് ഏരിയയിൽ നിന്നോ പോവില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹെഡിൻ്റെ പൊസിഷൻ ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ആവും. ഞാൻ കാണിച്ചു തരാം. ഗിറ്റ് റീസെറ്റ് സോഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്ന് ഫയൽ പോയിട്ടൊന്നുമില്ല. പക്ഷേ ഇനി നമ്മൾ ലോഗ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലോഗ് വൺ ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്തു. കണ്ടോ ടോട്ടൽ നമ്പർ ഓഫ് കമ്മിറ്റ് എത്രയാണ്? 3 ഉള്ളൂ. ഇവിടെ എത്ര ഉണ്ട്? 4 ഉണ്ട്. നമ്മുടെ ഹെഡിൻ്റെ പൊസിഷൻ 3ാമത്തെ കമ്മിറ്റിലേക്ക് എത്തി. പക്ഷേ നമ്മുടെ ഫയൽ എവിടെയും പോയിട്ടൊന്നുമില്ല. ഫയൽ നമുക്ക് നഷ്ടമായിട്ടില്ല. ഇനി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഫയൽ സ്റ്റേജിങ് ഏരിയയിലും ഉണ്ട്. അപ്പോൾ കമ്മിറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. നമ്മുടെ ഫയൽ സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്നോ പോയിട്ടില്ല. അപ്പോൾ ഗിറ്റ് റീസെറ്റ് സോഫ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെഡിൻ്റെ പൊസിഷൻ തൊട്ട് താഴേക്ക് വരും. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കമ്മിറ്റ് കണ്ടോ, ഈ കമ്മിറ്റിൻ്റെ ഒപ്പം നമുക്ക് വേറെ ഫയൽസും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ വേറൊരു ഡോക്യുമെൻറ്റും കൂടെ ആഡ് ചെയ്യുകയാണ്. സെക്കൻഡ് വേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻറ്റ് ആഡ് ചെയ്യുക. അതും എനിക്ക് അടുത്ത കമ്മിറ്റിൽ പോകണം. അപ്പോൾ ഞാൻ ഗിറ്റ് ആഡ് സെക്കൻഡ് വേർഡ് ഡോക്ക് അങ്ങനെ ഞാൻ ആഡ് ചെയ്തു. ഇനി ഗിറ്റ് കമ്മിറ്റ് വേർഡ് ഡോക്സ് ആഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഫയൽ ചേഞ്ച് ചെയ്തു. ഞാൻ ഇപ്പോൾ ഇത് ക്ലിയർ ചെയ്തു. ഗിറ്റ് ലോഗ് വൺ ലൈൻ ചെക്ക് ചെയ്യുക. കണ്ടോ ഇപ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് കമ്മിറ്റിൽ വേർഡ് ഡോക്കുകളൊക്കെ ആഡ് ആയി. ഇപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് കമ്മിറ്റ് അമെൻഡ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റ് തന്നെ എഡിറ്റ് ചെയ്യും. ഓക്കെ, ഗിറ്റ് റീസെറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് താഴേക്ക് പോകും. ഈ കമ്മിറ്റ് തന്നെ എഡിറ്റ് ചെയ്യല്ല, ഹെഡ് താഴേക്ക് പോകും. എന്നിട്ട് പുതിയ കമ്മിറ്റിൽ നമുക്ക് പക്ഷേ വേറെ ഫയൽസ് ഒക്കെ ആഡ് ചെയ്യാം. അതൊരു പുതിയ കമ്മിറ്റാണ്. ഗിറ്റ് കമ്മിറ്റ് അമെൻഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ കമ്മിറ്റി തന്നെ എഡിറ്റ് ചെയ്യും. ഗിറ്റ് റീസെറ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പഴയ സ്റ്റേജിലോട്ട് പോകും. എന്നിട്ട് നമുക്ക് പുതിയ ഫയൽസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗിറ്റ് റീസെറ്റ് നമ്മൾ പഠിച്ചു. നമ്മൾ മെയിനായിട്ട് എന്തായാലും ഗിറ്റ് റീസെറ്റിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഗിറ്റ് റീസെറ്റ് ഹാർഡ് ആയിരിക്കും. ഹാർഡ് തന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഹാർഡ് ഹെഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അത് കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഗിറ്റ് ലോഗ് വൺ ലൈൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹെഡ് കിടക്കുന്നത് ഇവിടെയാണ്. ഈ ഹെഡിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഗിറ്റ് റീസെറ്റ് ഹാർഡ് കൊടുത്തിട്ട് ഹെഡിൻ്റെ പൊസിഷൻ അതിനാണ് ഹെഡ് കൊടുക്കുന്നത്. ഹെഡ് എന്ന് എഴുതിയിട്ട് 1ൻ്റെ അപ്പുറത്തൊരു ടിൽറ്റ് ഐക്കണുണ്ട്. എന്നിട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ് എന്ത് ചെയ്യും? ഒരു പൊസിഷൻ താഴേക്ക് വരും. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 പൊസിഷൻ താഴേക്ക് വരും. അങ്ങനെ ഇപ്പോൾ ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ എന്താ ഈ ഒരു സ്റ്റേജിലേക്ക് എൻ്റെ ഹെഡ് വരും. അപ്പോൾ ഈ വേർഡ് ഡോക്കൊക്കെ പോകും. ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ വേർഡ് ഡോക്കൊക്കെ പോയി. അപ്പോൾ തൊട്ട് മുമ്പത്തെ സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ ഹെഡിൻ്റെ പൊസിഷൻ വെച്ചും നമുക്ക് എന്ത് ചെയ്യാം? റീസെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്മിറ്റിൻ്റെ ഹാഷ് വെച്ചിട്ടും റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗിറ്റ് റീസെറ്റ്. അപ്പോൾ റീസെറ്റ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അത് വൺസ് പോയി കഴിഞ്ഞാൽ ഫയൽസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതാണ് ഗിറ്റ് റിവേർട്ടിൻ്റെ ഇനി ഗുണം നമുക്ക് മനസ്സിലാവാൻ പോകുന്നത്. പിന്നെ ഗിറ്റ് റീസെറ്റ് തന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇനി ഗിറ്റ് റീസെറ്റിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അത് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് ആഡ് ചെയ്യാൻ പോവാം. അതിന് ഞാൻ ഫസ്റ്റ് വേർഡ് ഡോക്ക് എന്ന് പേര് കൊടുത്തു. ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഗിറ്റ് ആഡ് ഫയലിൻ്റെ പേര് അല്ലെങ്കിൽ ഡോട്ട് കൊടുത്തു ഓൾ. എന്നിട്ട് ഗിറ്റ് കമ്മിറ്റ് ആഡഡ് ഫസ്റ്റ് ഡോക്ക് എന്ന പേര് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി ഗിറ്റ് ലോഗ് വൺ ലൈൻ എൻ്റെ ലോഗ് ചെക്ക് ചെയ്യാൻ. അപ്പം ഇപ്പോൾ മൊത്തം 4 കമ്മിറ്റുകളുള്ളത്. ഇനി ഞാൻ വേറൊരു ഫയലും കൂടെ ആഡ് ചെയ്യാൻ പോവാം. ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്. അത് ഞാൻ 3rd 4th ഫയൽ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. എൻ്റർ ചെയ്തു. ഇനി ഞാൻ അപ്പാരോ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അപ്പാരോ ഞെക്കി കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ കമ്മിറ്റ് അല്ലെ കമാൻഡുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു. ഇനി ഗിറ്റ് കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 4th ഫയൽ ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റ് മെസ്സേജ് കൊടുത്ത് എൻ്റർ അടിച്ചു. ഗിറ്റ് ബാഷ് ക്ലിയർ ചെയ്തു. എന്നിട്ട് ഗിറ്റ് ലോഗ് വൺ ലൈൻ എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചു. ഓക്കെ, ഇനി ഗിറ്റ് റീസെറ്റ് നമ്മൾ ഹാർഡ് അത് കഴിഞ്ഞിട്ട് കമ്മിറ്റിൻ്റെ ഹാഷ് കൊടുക്കാൻ പോവുക. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഈ ഒരു കമ്മിറ്റ് ഹാഷ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റ് ഹാഷ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ കൺട്രോൾ ഇൻസേർട്ട് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഞാനിപ്പം ഈ ഒരു കമ്മിറ്റ് ഹാഷാണ് കൊടുത്തത്. അപ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റ് ഹാഷിന് മേലോട്ടുള്ള എല്ലാം നമുക്ക് നഷ്ടമാവും. ഇവിടുത്തെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തും നമ്മുടെ ഗിറ്റ്. അപ്പോൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നഷ്ടമാവും. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം നോക്കിക്കോട്ടോ. ഞാൻ ഇവിടെ വന്നു എൻ്റർ അടിച്ചു. കണ്ടോ ആ ഫയൽസൊക്കെ പോയി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഗിറ്റ് റീസെറ്റ് ഹാർഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊസിഷനിൽ നിന്നാണ് നമ്മൾ റീസെറ്റ് കൊടുക്കുന്നതെങ്കിൽ ഇതിന് മേലോട്ടുള്ള എല്ലാം നമുക്ക് നഷ്ടമാവും. അതാണ് റീസെറ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി നമ്മൾ പഠിക്കുന്നതാണ് റിവേർട്ട്. അപ്പോൾ റിവേർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്.
എനിക്കിപ്പോൾ സപ്പോസ് എൻ്റെ മാനേജർ വന്നിട്ട് ആ വേർഡ് ഫയലുകൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി. അപ്പോഴാണ് ഗിറ്റ് റിവേർട്ടിൻ്റെ നമ്മൾ അഡ്വാൻറ്റേജ് മനസ്സിലാക്കാൻ പോകുന്നത്. ഗിറ്റ് റിവേർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ നമ്മളിപ്പം ഇത് മൊത്തം ക്ലിയർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഗിറ്റ് ലോഗ് 1 ലൈൻ ലോഗ് ചെക്ക് ചെയ്യുക. 3 ഫയൽസിൽ 3 കമിറ്റ്സാണ് ഉള്ളത്. ഇനി നമ്മളിവിടെ ഒരു പുതിയ ഫയൽ ആഡ് ചെയ്യാൻ പോവുക. ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആഡ് ചെയ്യാൻ പോവുക. ഫസ്റ്റ് വേർഡ് ഡോക്ക് എന്ന് പറഞ്ഞ പേര് കൊടുത്തു നമ്മൾ. ഓക്കെ, ഞാൻ അതിനെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്മിറ്റ് ചെയ്യണം. കമ്മിറ്റും മെസ്സേജ് കൊടുത്തു. ഫസ്റ്റ് വേർഡ് ഡോക്ക് ആഡ്. ഓക്കെ, കൺട്രോൾ എല്ലാം അടിച്ചു. ഗിറ്റ് ലോഗ് 1 ലൈൻ നമ്മൾ ലോഗ് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ മാനേജർ വന്നിട്ട് എന്നോട് പറയുക എനിക്ക് വേർഡ് ഡോക്ക് പറ്റില്ല, ടെക്സ്റ്റ് ഫയലുകൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഗിറ്റ് റീസെറ്റ് ആയിരുന്നു നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ് ഗിറ്റ് റിവേർട്ട്. അതായത് നമുക്ക് ഈ ഒരു കമ്മിറ്റിനെ റിവേർട്ട് ചെയ്യണം. എനിക്ക് വേർഡ് ഡോക്യുമെൻറ്റ് വേണ്ട, ഈ ഒരു കമ്മിറ്റിനെ നമുക്ക് റിവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കമ്മിറ്റിൻ്റെ ഹാഷ് കോപ്പി ചെയ്യും, എന്നിട്ട് പേസ്റ്റ് ചെയ്യും. എനിക്ക് ഈ ഒരു കമ്മിറ്റിനെയാണ് റിവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തൊട്ട് താഴത്തെ കമ്മിറ്റ് അല്ല, എനിക്ക് ഈ ഒരു പൊസിഷനിലേക്കല്ല പോകേണ്ടത്, എനിക്ക് ഈ ഒരു കമ്മിറ്റിനെ റിവേർട്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ഗിറ്റ് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് പൊസിഷനിലാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ പൊസിഷൻ്റെ കമ്മിറ്റിൻ്റെ ഹാഷ് കോപ്പി ചെയ്യാറ്. ഗിറ്റ് റിവേർട്ടിൻ്റെ കേസിൽ എനിക്ക് ഏത് കമ്മിറ്റാണോ റിവേർട്ട് ചെയ്യേണ്ടത് ആ കമ്മിറ്റിൻ്റെ ഹാഷ് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുക. അപ്പോൾ നേരത്തെ പോലെ വിം എഡിറ്റർ ഓപ്പൺ ആവും. ഇവിടുന്ന് ആ ഫയലും പോയി. വിം എഡിറ്റർ പിന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ കമ്മിറ്റ് മെസ്സേജ് എഡിറ്റ് ചെയ്യാം. കമ്മിറ്റ് മെസ്സേജ് ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർ അടിച്ചിട്ട് Q അടിക്കണം ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വിം എഡിറ്ററിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതേപോലെ ലോഗ് ചെക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്ത് സംഭവിച്ചത്. നമ്മളുടെ ആ വേർഡ് ഡോക്യുമെൻറ്റ് ഫോൾഡറിൽ നിന്ന് പോയി, പക്ഷെ ഒരു പുതിയ കമ്മിറ്റ് വന്നു. ആ കമ്മിറ്റിനകത്ത് ഒരു മെസ്സേജും വന്നു, റിവേർട്ട് ഫസ്റ്റ് വേർഡ് ഡോക്ക് ആഡഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കമ്മിറ്റ് വന്നു. ഓക്കെ, പുതിയ കമ്മിറ്റായി. വേർഡ് ഡോക്ക് നമ്മുടെ ഫോൾഡറിൽ നിന്ന് റിമൂവ് ആയി, പക്ഷെ ഒരു പുതിയ കമ്മിറ്റായിട്ട് അതിനെ ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മാനേജർ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, എനിക്ക് ആ ഫസ്റ്റ് വേർഡ് ഡോക്ക് തിരിച്ച് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കമ്മിറ്റിനെ റിവേർട്ട് ചെയ്യാൻ പറ്റും. ഗിറ്റ് റിവേർട്ട്, എന്നിട്ട് നമ്മൾ ആ കമ്മിറ്റിൻ്റെ ആഡ് കോപ്പി ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വിം എഡിറ്റർ വരും. വിം എഡിറ്ററിന് ക്വിറ്റ് ചെയ്യണമെങ്കിൽ Q നിൽക്കുക. നമുക്ക് ആ വേർഡ് ഡോക്യുമെൻറ്റ് തിരിച്ച് കിട്ടും. ഇതാണ് ഗിറ്റ് റീസെറ്റിൻ്റെയും ഗിറ്റ് റിവേർട്ടിൻ്റെയും വ്യത്യാസം. ഞാൻ ലോഗ് ചെക്ക് ചെയ്യുകയാണ്. കൺട്രോൾ എല്ലാം അടിക്കുക, എന്നിട്ട് നമ്മൾ ലോഗ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, നമ്മൾ റിവേർട്ടിനെ റിവേർട്ട് ചെയ്തു. ഈ റിവേർട്ടിൽ നമ്മൾ വേർഡ് ഡോക്യുമെൻറ്റ് എടുത്ത് കളഞ്ഞു. ആ റിവേർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? റിവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വേർഡ് ഡോക്യുമെൻറ്റ് തിരിച്ച് കിട്ടി. അപ്പോൾ ഗിറ്റ് റിവേർട്ടിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി പ്രിസർവ് ചെയ്യും. അപ്പോൾ നമുക്ക് വൺസ് ഡിലീറ്റ് ചെയ്താലും തിരിച്ച് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഗിറ്റ് റിവേർട്ടിൻ്റെ ഗുണം. ഗിറ്റ് റീസെറ്റ് ആണെങ്കിൽ തിരിച്ച് കിട്ടാൻ ഓപ്ഷൻ ഇല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അത് പോയി. ഇനി ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫയൽ ആഡ് ചെയ്ത പോലെ കുറേ ഫയൽസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് എക്സൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെ ആഡ് ചെയ്യുക. ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തു. ഗിറ്റ് കമ്മിറ്റും എക്സൽ ഫയൽ ആഡഡ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്യാൻ പോവുക. ഒരു ന്യൂ ടെക്സ്റ്റ് ഫയൽ, അതിന് 5th ഫയൽ എന്ന് പേര് കൊടുത്തു. ഇനി ഞാൻ ഗിറ്റ് ആഡ് കൊടുത്തു, എന്നിട്ട് ഗിറ്റ് കമ്മിറ്റ് 5th ഫയൽ ആഡഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജും കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഗിറ്റ് ലോഗ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പം കുറേ ലോഗുകളുണ്ട്. ഇനി ഞാൻ നേരത്തെ പോലെ ഗിറ്റ് റീസെറ്റിൽ ഇവിടുന്ന് നമ്മൾ ഗിറ്റ് റീസെറ്റാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഗിറ്റ് റീസെറ്റ് ഹാർഡ്, നമ്മളെന്താ ഈ ഒരു കമ്മിറ്റിൻ്റെ ഹാഷ് കൺട്രോൾ ഇൻസേർട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു. അത് ഗിറ്റ് റീസെറ്റ് ഹാർഡാണ് കൊടുക്കുന്നതെങ്കിൽ ഈ കമ്മിറ്റ് കഴിഞ്ഞിട്ട് മേലോട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവും. നേരെ മറിച്ച് നമ്മൾ ഗിറ്റ് റിവേർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് വേർഡ് ഡോക്ക് എന്ന് പറഞ്ഞ ഫയൽ എന്ത് ചെയ്ത് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഗിറ്റ് റിവേർട്ട് കൊടുത്തു നോക്കാം. ഗിറ്റ് റീസെറ്റ് കൊടുത്താൽ മേലോട്ടുള്ളതെല്ലാം പോകും. ഗിറ്റ് റിവേർട്ടും എന്നിട്ട് ആ കമ്മിറ്റിൻ്റെ ഹാഷ് അത് ഇപ്പോൾ കോപ്പി ചെയ്ത് എന്നിട്ട് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കാൻ പോവുക. ഓക്കെ, എൻ്റർ അടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് മാത്രമേ പോകുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ക്വിറ്റ് ചെയ്യാം. ക്വിറ്റ് ചെയ്യുമ്പം ഇനി ഗിറ്റ് ലോഗ് 1 ലൈൻ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കമ്മിറ്റിൽ എന്താണോ കമ്മിറ്റ് ചെയ്തത് ആ ഒരു കമ്മിറ്റ് മാത്രമേ പോകുള്ളൂ. അതായത് ഈ ഒരു കമ്മിറ്റിൽ നമ്മളൊരു വേർഡ് ഡോക്യുമെൻറ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം മാത്രമേ പോകുള്ളൂ. ഇതിന് മേലോട്ടുള്ളതെല്ലാം പോവില്ല. മനസ്സിലായോ? ഗിറ്റ് റിവേർട്ട് ഈ ഒരു കമ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്മിറ്റിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് മാത്രമേ പോകുള്ളൂ. മേലോട്ടുള്ളതൊന്നും പോവില്ല. മറിച്ച് ഗിറ്റ് റീസെറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിന് മേലോട്ടുള്ളതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവും. വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്കാം ഗിറ്റ് റീസെറ്റ് ആണോ റിവേർട്ട് ആണോ നല്ലതെന്ന്. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഗിറ്റ് റിവേർട്ട് ആണ് നല്ലത്. കാരണം നമുക്ക് ഹിസ്റ്ററി പ്രിസർവ്ഡ് ആണ്, തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗിറ്റ് റീസ്റ്റോർ എന്താണെന്ന് പഠിക്കാം. എന്തിനു വേണ്ടിയിട്ട് ഗിറ്റ് റീസ്റ്റോർ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത് പഠിക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടുന്ന് ഇത് ഗിറ്റ് ബാഷ് ക്ലിയർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ഒരു ഫയൽ, ഒരു വേർഡ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. റീസ്റ്റോർ ഡോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഗിറ്റ് ആഡ് കൊടുക്കണം.
ഫയൽ ആഡ് ചെയ്യണമെങ്കിൽ. എന്നിട്ട് ഞാൻ ഡോട്ട് കൊടുത്തു എല്ലാ ഫയലും ആഡ് ചെയ്യാൻ. ഓക്കെ. ഇനി ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പം എൻ്റെ ഫയൽ എന്തായി, ഗിറ്റ് ആഡ് കൊടുത്തപ്പം ഫയൽ സ്റ്റേജിങ് ഏരിയയിലോട്ട് ആഡ് ആയി. അപ്പോൾ എനിക്കിവിടെ ഗ്രീൻ കളറിൽ കാണുന്നുണ്ട് ഫയൽ ആഡ് ആയി. അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട് യൂസ് ഗിറ്റ് റീസ്റ്റോർ സ്റ്റേജ്ഡ് ഫയൽ ടു അൺസ്റ്റേജ് എന്ന്. അതായത് സ്റ്റേജിങ് ഏരിയ കിടക്കുന്ന ഫയലിനെ അൺസ്റ്റേജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവിടുന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗിറ്റ് റീസ്റ്റോർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ റീസ്റ്റോർ ഡോക്ക് എന്ന് പറയുന്ന ഫയൽ സ്റ്റേജിങ് ഏരിയയിൽ എത്തിച്ചു. ഇനി സ്റ്റേജിങ് ഏരിയ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടുന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗിറ്റ് റീസ്റ്റോർ എന്ന കമാൻഡ് യൂസ് ചെയ്യാം. സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് ഏത് ഫയലിനെ, നമ്മുടെ റീസ്റ്റോർ ഡോക്ക് എന്ന് പറയുന്ന ഫയലിനെ അവിടുന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗിറ്റ് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് റെഡ് കളറാവും. കണ്ടോ, സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് ഫയൽ പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ് റീസ്റ്റോർ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഗിറ്റ് റീസ്റ്റോർ വേറൊരു സമയത്തും കൂടെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ലോഗ് ചെക്ക് ചെയ്യുക. അപ്പോൾ കുറേ ഫയൽസ് ഉണ്ടല്ലേ, നമുക്കിപ്പോൾ ഇതിനൊന്ന് റീസെറ്റ് ചെയ്യാം. ഇവിടെ കുറേ കമ്മിറ്റുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഗിറ്റ് റീസെറ്റ് ചെയ്യാൻ പോവുക. ഹാർഡ് ഹെഡ് കൊടുക്കണ്ട, ഞാൻ ഈ കമ്മിറ്റ് കൊടുക്കാൻ പോവുക. സെക്കൻഡ് ഫയൽ ഇൻസേർട്ട് ചെയ്ത കമ്മിറ്റ്. അപ്പോൾ എൻ്റെ ഫയൽസ് എല്ലാം പോയി. ഓക്കെ. ഇനി ഞാൻ ഗിറ്റ് ലോഗ് 1 ലൈൻ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇപ്പോൾ നീറ്റായി. ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ആകെ രണ്ട് കമ്മിറ്റേ ഉള്ളൂ. ഫസ്റ്റ് ഫയൽ ആഡ് ചെയ്തു, സെക്കൻഡ് ഫയൽ ആഡ് ചെയ്തു. ഇനി ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഡോക്ക് തേർഡ് ഫയലാണ്. ഓക്കെ. ഇനി ഞാൻ ഫസ്റ്റ് ഫയലിൽ ഞാനൊരു ചേഞ്ച് വരുത്താൻ പോവുക. അതായത് ഡെവലപ്പർ 1 വന്നിട്ട് ചേഞ്ച് വരുത്തുക. ഡെവലപ്പർ 1 ചേഞ്ചസ്, അല്ലെങ്കിൽ ആദ്യം ടീം ലീഡ് ചേഞ്ച് ചെയ്യുക. ടീം ലീഡിൻ്റെ കോഡാണ് ഇവിടെ കിടക്കുന്നത്. സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കുമ്പം ആ ഫയൽ എന്താ മോഡിഫൈ ചെയ്തു. ഓക്കെ. അപ്പോൾ എനിക്ക് ആ ഫയൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റേജിങ് ഏരിയയിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗിറ്റ് ആഡ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ റീസ്റ്റോർ എന്ന് പറയുന്ന ഡോക്കും നമ്മൾ ആഡ് ആവാതെ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി തന്നെ കിടക്കുക. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫയലെല്ലാം ആഡ് ആവും. ഓക്കെ, എല്ലാ ഫയൽസും ആഡ് ആയി. ഇനി നമ്മൾ ഗിറ്റ് കമ്മിറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറയുക, ഫസ്റ്റ് ഫയൽ മോഡിഫൈ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആൻഡ് റീസ്റ്റോർ ഡോക്കും ആഡ് ചെയ്തു ഈ കമ്മിറ്റിൽ. അങ്ങനെ ആ കമ്മിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് ഫയൽ വന്നിട്ട് ഗെറ്റ് ബാഷ് ക്ലിയർ ചെയ്ത് കളയാം. ഇനി നമ്മൾ ഫസ്റ്റ് ഫയൽ വന്നിട്ട് നമ്മുടെ ഡെവലപ്പർ 1 വന്ന് ചേഞ്ച് വരുത്താൻ പോവുക. ഡെവലപ്പർ 1 കുറച്ച് ചേഞ്ചസ് വരുത്തി, സേവ് ചെയ്തു. ഇനി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഫയൽ മോഡിഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ ഗിറ്റ് ആഡ് ചെയ്യണം. ഈ മോഡിഫൈ ആയ ഫയലുകൾ 2 പ്രാവശ്യം ഗിറ്റ് ആഡ് ഗിറ്റ് കമ്മിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റും. കമ്മിറ്റ് ഇതും ഓൾറെഡി കമ്മിറ്റ് ആയിട്ടുള്ള ഫയലുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഗിറ്റ് കമ്മിറ്റിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം ചെയ്യേണ്ടത്, ആദ്യം ആഡ് ചെയ്യണം പിന്നെ കമ്മിറ്റ് ചെയ്യണം, അങ്ങനെ 2 പ്രാവശ്യം ചെയ്യണം. ഈ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഫയലുകൾക്ക് ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഗിറ്റ് കമ്മിറ്റ് ആഡിനുള്ളതും കൊടുക്കുക, മെസ്സേജിനുള്ളതും കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവാണ് എന്താ, ഡെവലപ്പർ 1 ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് ഫയലിൽ വന്നിട്ട് ഡെവലപ്പർ 2 ചേഞ്ച് ചെയ്യാൻ പോവാം. ഡെവലപ്പർ 2 ചേഞ്ച് ചെയ്തു, സേവ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ അതേ കമ്മിറ്റ് മെസ്സേജ് തന്നെ കൊടുക്കാൻ പോവുക. അപ്പാരോ ഞെക്കി ഡെവലപ്പർ 2 ചേഞ്ച് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ഗിറ്റ് ബാഷ് ക്ലിയർ ചെയ്തു, ലോഗ് ചെക്ക് ചെയ്യാൻ പോവാം. ഗിറ്റ് ലോഗ് 1 ലൈൻ. അപ്പോൾ ഇതുവരെ നടന്ന ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇതുവരെ നടന്ന കമ്മിറ്റുകളൊക്കെ കാണിച്ചു. ഇപ്പോൾ ഈ ഡെവലപ്പർ 2 കൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ഫസ്റ്റ് ഫയലിൽ ബഗ്ഗുകൾ വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു ഫയലിനെ ടീം ലീഡ് ചെയ്തൊരു പൊസിഷനിൽ, അല്ലെങ്കിൽ ടീം ലീഡ് ചേഞ്ച് വരുത്തിയ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കണം. മനസ്സിലായോ? അതായത് ഈ ഒരു കമ്മിറ്റിലാണ് നമ്മൾ ടീം ലീഡ് ചേഞ്ച് വരുത്തിയത്. ഇപ്പോൾ ഡെവലപ്പർ 2ൻ്റെയും ഡെവലപ്പർ 1ൻ്റെയും ചേഞ്ചസ് എനിക്ക് വേണ്ട. അപ്പോൾ എൻ്റെ ഫയൽ പഴയ ഒരു പൊസിഷനിലേക്ക്, പഴയ രീതിയിലേക്ക് എനിക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗിറ്റ് റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ കമാൻഡ് യൂസ് ചെയ്യാം. ഗിറ്റ് റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ട് സോഴ്സ് അടിക്കുക, എന്നിട്ട് ഈക്വൽ ടു കൊടുത്തിട്ട് ഏത് കമ്മിറ്റിലാണോ ആ ഫയൽ, ഈ കമ്മിറ്റിൽ ആ ഫയൽ എന്ത് സ്റ്റേജിലായിരുന്നോ എനിക്ക് അങ്ങനത്തെ സ്റ്റേജിൽ തന്നെ ഫയൽ മതി. അപ്പോൾ ആ കമ്മിറ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഫയലിൻ്റെ പേരും കൊടുക്കുക. ഏത് ഫയലായിരുന്നു, ഫസ്റ്റ് ഫയൽ. ഓക്കെ. ഇപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മിറ്റിൽ ആ ഫയൽ എന്ത് സ്റ്റേജിലായിരുന്നോ, എങ്ങനെയായിരുന്നോ ആ ഒരു പൊസിഷനിലേക്ക് ഫയൽ പോകും. ഇനി നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അറിയാതെ ഒരു സ്ലാഷ് വന്നു. ഓക്കെ, എൻ്റർ അടിച്ച് ഫസ്റ്റ് ഫയൽ ഇനി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടീം ലീഡിൻ്റെ കോഡ്. ഡെവലപ്പർ 1ൻ്റെയും ഡെവലപ്പർ 2ൻ്റെയും കോഡുകൾ പോയി. അതായത് ആ കമ്മിറ്റിൽ എങ്ങനെയായിരുന്നോ ഫയൽ കിടന്നത് അതേപോലെ ഫയലാവും. അതിനുവേണ്ടി നമ്മൾ ഗിറ്റ് റീസ്റ്റോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗിറ്റ് റീസ്റ്റോർ സോഴ്സും കമ്മിറ്റിൻ്റെ ഹാഷും കൊടുക്കുക, ഫയലിൻ്റെ പേരും കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫയൽ ആ കമ്മിറ്റിൽ എങ്ങനെയായിരുന്നോ അതേപോലെയാവും. ഓക്കെ, അതാണ് നമ്മൾ ഗിറ്റ് റീസ്റ്റോർ എന്ന് പറയുന്ന കമാൻഡ് പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കമാൻഡുകൾ, ഗിറ്റ് ബ്രാഞ്ച്. ഇപ്പോൾ ഗിറ്റ് ബ്രാഞ്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഇത് പഴയ സ്റ്റേജിലേക്ക് ആക്കാം, ഈ ഒരു റെപ്പോസിറ്ററി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഗിറ്റ് റീസെറ്റ് ഹാർഡ് ഈ ഒരു കമ്മിറ്റ് സെക്കൻഡ് ഫയൽ ആഡ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പൊസിഷനിലിട്ട് പോയി. ഓക്കെ, ഇതിലടിച്ചു. ഓക്കെ,
ഇപ്പൊ നമ്മുടെ ലോഗ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഗിറ്റ് ലോഗ് വൺ ലൈൻ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആകെ 2 കമ്മിറ്റുകളേ ഉള്ളൂ. ഫസ്റ്റ് ഫയലുണ്ട്, സെക്കൻഡ് ഫയലുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ റെപ്പോസിറ്ററി. ഇനി നമ്മളിവിടെ ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ബ്രാഞ്ചുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ആകെ മാസ്റ്റർ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ഇനി പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗിറ്റ് ബ്രാഞ്ച് ഡെവലപ്പർ ബ്രാഞ്ച്, അതായത് പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡെവലപ്പർ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി ഗിറ്റ് ബ്രാഞ്ച് ഡെവലപ്പർ. ഓക്കെ. ഇനി നമ്മൾ ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ 2 ബ്രാഞ്ചുകൾ കാണാം, മാസ്റ്ററും ഡെവലപ്പറും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു ട്രീ പറഞ്ഞില്ലേ, ട്രീ പോലെ ഇത് പോവാം. അപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു ട്രീ പോലെ ഏറ്റവും മെയിൻ ബ്രാഞ്ച് എന്തായിരിക്കും? മാസ്റ്റർ ബ്രാഞ്ച് ആയിരിക്കും. അവിടെ നമ്മൾ കമ്മിറ്റുകൾ ചെയ്തു. ഇനി അവിടുന്ന് നമ്മൾ പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു, ഡെവലപ്പർ ബ്രാഞ്ച്. അപ്പോൾ ഇനി നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്പർ ബ്രാഞ്ചിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ് ആക്റ്റീവ് ആയിട്ടുള്ള ബ്രാഞ്ച്. ഇവിടെ ബ്ലൂ കളർ കണ്ടോ? ഇപ്പോൾ നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിൽ തന്നെ നിൽക്കുക. ഇനി നമുക്ക് ഡെവലപ്പർ ബ്രാഞ്ചിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗിറ്റ് ചെക്കൗട്ട് ആ ബ്രാഞ്ചിന്റെ പേര് കൊടുക്കണം. ഇനി എൻ്റർ അടിക്കുമ്പോൾ കണ്ടോ, സ്വിച്ച്ഡ് ടു ഡെവലപ്പർ ബ്രാഞ്ച്. ഇപ്പോൾ ഇവിടെ ബ്ലൂ കളർ എന്തായി? ഡെവലപ്പറായി. അപ്പം ഇപ്പം ഡെവലപ്പർ ബ്രാഞ്ച് മാസ്റ്ററിൽ എന്തൊക്കെയുണ്ടോ അതേപോലെ തന്നെയായിരിക്കും ഡെവലപ്പർ ബ്രാഞ്ചും ഉണ്ടാവുക. ഓക്കെ. ഇപ്പോൾ 2 ബ്രാഞ്ചുകളാണ് ഇപ്പം മൊത്തം ഉള്ളത്. ഞാൻ മൊത്തം കളഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഗിറ്റ് ബ്രാഞ്ച് എന്ന് ഡിസൈൻ നമുക്ക് 2 ബ്രാഞ്ചുകളുള്ളത്, മാസ്റ്ററും ഡെവലപ്പറും. ഇപ്പോൾ ആക്റ്റീവ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത് ഡെവലപ്പർ ബ്രാഞ്ചിലാണ്. ഇനി നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് ഡെവലപ്പർ ബ്രാഞ്ചിലായിരിക്കും ഉണ്ടാവുക. പിന്നെ സപ്പോസ് ഇവിടെ ഒരു വേർഡ് ഡോക്യുമെന്റ് ആഡ് ചെയ്യാൻ പോവാ. വേർഡ് ഡോക്യുമെന്റ് ഫസ്റ്റ് വേർഡ് ഡോക്ന്ന് അല്ലെ ഫസ്റ്റ് വേർഡ് ഞാൻ ആഡ് ചെയ്തു. ഇനി ഞാൻ ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തു. ഗിറ്റ് കമ്മിറ്റ് എം ഫസ്റ്റ് ഡോക്ക് ആഡഡ് ഇൻ ഡെവലപ്പർ ബ്രാഞ്ച് കേട്ടോ. ഓക്കെ. കമ്മിറ്റ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് വേറൊരു ഡോക്കും കൂടെ ആഡ് ചെയ്യാൻ പോവാ. ന്യൂ ഒരു സെക്കൻഡ് ഡോക്ക്. ഓക്കെ. ഇനി ഗിറ്റ് ഇവിടെ വന്നിട്ട് ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തു. ഗിറ്റ് കമ്മിറ്റ് എന്ത് ചെയ്യാൻ പോണേ? സെക്കൻഡ് ഡോക്ക് ഇൻ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റ് മെസ്സേജും കൊടുത്തു. ഇതെല്ലാം ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ ലോഗ് ചെക്ക് ചെയ്യാൻ പോവാ. ലോഗ് വൺ ലൈൻ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മാസ്റ്ററിൽ ഫസ്റ്റും സെക്കൻഡും ഫയലുകൾ മാത്രമേ ഉള്ളൂ. ഹെഡ് ഇപ്പോൾ നിൽക്കുന്നത് ഡെവലപ്പർ ബ്രാഞ്ചിലാണ്. അവിടെ ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ 2 വേർഡ് ഫയലുകളും ഉണ്ട്. ഇനി നമ്മളിപ്പോൾ ഇവിടുന്ന് ഗിറ്റ് ബ്രാഞ്ച് അടിച്ചു. ഇനി നമ്മൾ ഗിറ്റ് മാസ്റ്ററിലേക്ക് നമുക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യുക? ഗിറ്റ് ചെക്കൗട്ട് മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വ്യത്യാസം നോക്കിക്കോട്ടെ. ഇവിടെ വേർഡ് ഫയലുകളുണ്ട്. ഇനി നമ്മൾ എൻ്റർ അടിക്കുമ്പം നമ്മൾ എന്ത് ചെയ്തു? കണ്ടോ, മാസ്റ്ററിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ മാസ്റ്ററിലാണ് നിൽക്കുന്നത്. മാസ്റ്ററിൽ ആ വേർഡ് ഫയലുകളില്ല. വേർഡ് ഫയൽ എവിടെയാണ് ഉള്ളത്? ഡെവലപ്പർ ബ്രാഞ്ചിലാണ് ഉള്ളത്. ഓക്കെ. വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി ഇവിടെ നമ്മൾ ലോഗ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഫസ്റ്റ് ഫയലും സെക്കൻഡ് ഫയലും മാത്രമേ ഉള്ളൂ. മാസ്റ്ററിന്റെ ഹെഡ് എവിടെയാ? ലാസ്റ്റ് കമ്മിറ്റ്. മാസ്റ്ററിന്റെ ലാസ്റ്റ് കമ്മിറ്റിലാണ് കിടക്കുന്നത്. ഇനി ഡെവലപ്പറുടെ ലാസ്റ്റ് കമ്മിറ്റ് എവിടെയാ? സെക്കൻഡ് ഡോക്ക് ആഡ് ചെയ്തത്. ഓക്കെ. ഇനി നമുക്ക് ഡെവലപ്പറിൽ കിടക്കുന്ന ഈ ഡോക്ക് ഫയലുകൾ മാസ്റ്ററിലേക്ക് മെർജ് ചെയ്യണം. ഓക്കെ. ഡെവലപ്പറിൽ വരുത്തിയ ചേഞ്ചുകൾ മാസ്റ്ററിലേക്ക് നമുക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗിറ്റ് മെർജ്. ആദ്യം നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിലായിരിക്കണം കേട്ടോ. ഏത് ബ്രാഞ്ചിലാണോ നമുക്ക് കിട്ടേണ്ടത് ആ ബ്രാഞ്ചിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യണം ആദ്യം. അതായത് ഇപ്പോൾ മാസ്റ്ററിലാണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത് ഡെവലപ്പറുടെ. അപ്പോൾ നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിലായിരിക്കണം. എന്നിട്ട് മെർജ് കൊടുത്തിട്ട് ഏത് ബ്രാഞ്ചിൽ നിന്നാണോ ചേഞ്ചസ് വേണ്ടത് ആ ബ്രാഞ്ചിന്റെ പേര് കൊടുക്കണം. അപ്പോൾ ഡെവലപ്പർ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് മാസ്റ്ററിലേക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് വരിക, എന്നിട്ട് ഏത് ബ്രാഞ്ചിൽ നിന്നാണോ ചേഞ്ച് വരുത്തേണ്ടത് അവിടെ ആ പേര് കൊടുക്കുക. ഗിറ്റ് മെർജ് ഡെവലപ്പർ. ഇനി നമ്മൾ എൻ്റർ അടിക്കുമ്പം കണ്ടോ, ഫാസ്റ്റ് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ആ വേർഡ് ഡോക്യുമെന്റ് രണ്ടും ആഡ് ആയി. ഇനി നമ്മൾ ലോഗ് ക്ലിയർ ചെയ്തു. എന്നിട്ട് ഗിറ്റ് ലോഗ് അടിക്കാൻ പോവുക. വൺ ലൈൻ അടിക്കുമ്പം ഇപ്പോൾ കണ്ടോ, മാസ്റ്ററിന്റെ ഹെഡും ഡെവലപ്പറുടെ ഹെഡും ഒരേ ലൈനിലായി. അപ്പം ചേഞ്ചസ് എല്ലാം മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഗിറ്റ് ബ്രാഞ്ചും ഗിറ്റ് ചെക്കൗട്ടും. ഇനി പുതിയൊരു ബ്രാഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ബ്രാഞ്ച് ടെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഗിറ്റ് ലോഗ് വൺ ലൈൻ എന്ന് പറയുമ്പം ഇവിടെ വെച്ച് നമ്മൾ ടെസ്റ്റ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ടെസ്റ്റിലും ഈ ചേഞ്ചസ് എല്ലാം ഉണ്ടാവും. ഇനി നമുക്ക് ടെസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഗിറ്റ് ബ്രാഞ്ച് ഡി, എന്നിട്ട് ബ്രാഞ്ചിൻ്റെ പേര്. അപ്പം ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഗിറ്റ് ബ്രാഞ്ച് എന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 2 ബ്രാഞ്ചുകളേ ഉള്ളൂ, മാസ്റ്ററും ഡെവലപ്പറും. ടെസ്റ്റ് ബ്രാഞ്ച് ഡിലീറ്റഡ് ആയി. ഇനി ഗിറ്റിൻ്റെ വെർഷൻ 2.23 തൊട്ട് ഈ ചെക്കൗട്ടിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ച് എന്ന് പറയുന്ന കമാൻഡാണ്. ഇപ്പോൾ ഗിറ്റ് ബ്രാഞ്ച് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ബ്രാഞ്ച് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ വേറെ ഡെവലപ്പർ ബ്രാഞ്ചിലോട്ട് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ചെക്കൗട്ട് കൊടുത്തിട്ട് ഡെവലപ്പറിന് കൊടുക്കും. അതിന് പകരം നമുക്ക് സ്വിച്ച് കമാൻഡ് യൂസ് ചെയ്യാം. ഗിറ്റ് സ്വിച്ച് ഡെവലപ്പറിന് കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പർ ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ആവും. ഇനി ഇല്ലാത്തൊരു ബ്രാഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഗിറ്റ് സ്വിച്ച് -c ടെസ്റ്റ്, അതായത് സി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരേ ലൈനിൽ നമുക്ക് സ്വിച്ചും ചെയ്യാൻ പറ്റും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റും ചെയ്യാൻ പറ്റും. നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ നമ്മൾ എവിടെയാണ്? ടെസ്റ്റ് ബ്രാഞ്ചിലാണ്. അപ്പോൾ ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് ബ്രാഞ്ച് സ്വിച്ച് ചെയ്യാനും പറ്റും, ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതിനാണ് നമ്മൾ സ്വിച്ച് കീവേഡ് അല്ലെങ്കിൽ സ്വിച്ച് കമാൻഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗിറ്റ് ചെക്കൗട്ട് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ബ്രാഞ്ച് ചെക്കൗട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം, പിന്നെ ഫയൽസ് അൺസ്റ്റേജ്ഡ്
അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് റീസ്റ്റോർ ചെയ്യാനും ഈ ചെക്കൗട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ മൾട്ടി പർപ്പസ് യൂസുകളുണ്ട് ഈ കമാൻഡിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ 2.23 കഴിഞ്ഞപ്പോൾ ചെക്കൗട്ടിന് പകരം സ്വിച്ചും റീസ്റ്റോറും എന്ന് പറയുന്ന കമാൻഡുകൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. സ്വിച്ച് ബ്രാഞ്ചിന് വേണ്ടിയിട്ടും റീസ്റ്റോർ ഇതേപോലെ സ്റ്റേജിങ്ങിൽ നിന്ന് അൺസ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ. അപ്പോൾ ചെക്കൗട്ട് ഇത് രണ്ടും ചെയ്യും. ഓക്കെ, അതിന് പകരം സ്പെസിഫിക്കലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിച്ചും റീസ്റ്റോറും നമ്മൾ ഇപ്പം ഗിറ്റ് 2.23 തൊട്ട് യൂസ് ചെയ്യുന്നത്. ഗിറ്റ് മെർജ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫാസ്റ്റ് ഫോർവേഡും ഉണ്ട്, റിക്കർസീവ് അല്ലെങ്കിൽ ORT സ്ട്രാറ്റജിയും ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് മെർജും ഉണ്ട്, പിന്നെ മെർജ് കോൺഫ്ലിക്റ്റും ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 2 ടൈപ്പ് മെർജ് പഠിക്കുക. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോൾഡറിലേക്ക് വന്നു. ഇപ്പം ഒന്നുമില്ല, മാസ്റ്റർ ബ്രാഞ്ചിലാണ് ആകെ 2 ഫയലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ലോഗ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ 2 കമ്മിറ്റ് 2 ഫയൽസ്, ഫസ്റ്റ് ഫയലും സെക്കൻഡ് ഫയലും മാസ്റ്റർ ബ്രാഞ്ചിൽ. ഇനി ഇവിടുന്ന് നമ്മൾ പുതിയൊരു ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോവുക. അപ്പോൾ ഗിറ്റ് സ്വിച്ച് ബ്രാഞ്ച് ഓൾറെഡി ഇല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ -c കൊടുത്ത് ഡെവ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു, സ്വിച്ചും ചെയ്തു. ഇനി ഡെവലപ്പർ ബ്രാഞ്ചിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ഇവിടെ ഒരു വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഗിറ്റ് ആഡ് പിന്നെ ഗിറ്റ് കമ്മിറ്റ് എന്താ ഫസ്റ്റ് വേർഡ് ഇൻ ഡെവ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾ ഒരു വേർഡ് ഡോക്യുമെന്റും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. വേർഡ് ഡോക്യുമെന്റ് എന്ത് ചെയ്യാൻ പോകണം, സെക്കൻഡ് വേർഡ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇതേപോലെ തന്നെ ഗിറ്റ് ആഡ് ചെയ്തു, പിന്നെ ഗിറ്റ് കമ്മിറ്റ് ചെയ്തു. ഫസ്റ്റ് വേർഡ് ഡോക്കിന് പകരം സെക്കൻഡ് വേർഡ് ഡോക്ക് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തു. ഓക്കെ, നമ്മളെല്ലാം കളഞ്ഞു. ഇനി നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യാൻ പോവുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, മാസ്റ്റർ ബ്രാഞ്ചിൽ ഡെവലപ്പർ ബ്രാഞ്ചിൻ്റെ ചേഞ്ചസ് മെർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗിറ്റ് മെർജ് ഏത് ബ്രാഞ്ചിലെ ചേഞ്ചസാണ് വേണ്ടത്, ഡെവലപ്പർ ബ്രാഞ്ചിൻ്റെ ചേഞ്ചസാണ് വേണ്ടത്. ഡെവലപ്പർ എന്നല്ല, നമ്മൾ ഡെവ് എന്നല്ലേ ക്രിയേറ്റ് ചെയ്ത്, കണ്ടോ ഡെവ് എന്ന ബ്രാഞ്ചിൻ്റെ പേര്. അപ്പോൾ ഡെവ് എന്ന് കൊടുത്തു. അപ്പം ഡെവിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ അതൊക്കെ നമ്മുടെ മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് മെർജ് ആവും. എൻ്റർ അടിച്ചു. ഫാസ്റ്റ് ഫോർവേഡ് മെർജാണ് ഇവിടെ നടന്നത്. ഓക്കെ, ഇനി ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവുക. ഞാൻ ഡെവലപ്പർ ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, ഇനി ഇവിടെ മാസ്റ്റർ ബ്രാഞ്ചിലെ ചേഞ്ചസ് നോക്കുക. ഞാൻ പഴയ സ്റ്റേറ്റിലേക്ക് ആക്കാൻ പോവുക. അപ്പം ഞാൻ ഗിറ്റ് റീസെറ്റ് ഹാർഡ് പിന്നെ ഈ കമ്മിറ്റിൻ്റെ ഹാഷും കൊടുത്തു. ഓക്കെ, ഇപ്പം എൻ്റെ പഴയതുപോലെ എൻ്റെ മാസ്റ്റർ. ഓക്കെ, ഇനി ഞാൻ റിക്കർസീവ് അല്ലെങ്കിൽ ORT മെർജ് എപ്പോഴും നടക്കുകയെന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ മാസ്റ്റർ പഴയതുപോലെയായി. ഇനി ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാൻ പോവുക, പുതിയൊരു ഡെവ് ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്യാൻ പോവുക. എന്നിട്ട് ഡെവ് ബ്രാഞ്ചിൽ എന്ത് ചെയ്യാൻ പോവുക, ആദ്യം ഒരു വേർഡ് ഡോക്യുമെന്റ് ആഡ് ചെയ്യാൻ പോവുക, ന്യൂ. അപ്പോൾ അതിന് ഫസ്റ്റ് വേർഡ് ഡോക്ക് എന്ന് പറഞ്ഞ പേര് കൊടുത്തു, അല്ലെങ്കിൽ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗിറ്റ് ആഡ് കൊടുക്കണം, പിന്നെ ഗിറ്റ് കമ്മിറ്റ് ഫസ്റ്റ് വേർഡ് ഇൻ ഡെവ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ ഇവിടെ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഇവിടെ ഞാൻ വേറൊരു വേർഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ പോവുക. അത് സെക്കൻഡ് വേർഡ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. ഇനി ഞാൻ ഇതുപോലെ തന്നെ ഗിറ്റ് ആഡ് കൊടുത്തു, പിന്നെ ഗിറ്റ് കമ്മിറ്റ് ഫസ്റ്റിന് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവുക, സെക്കൻഡ് എന്ന് പേര് കൊടുത്തു. ഞാൻ എന്നിട്ട് കമ്മിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഇവിടെ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ ഇവിടെ വെച്ച് എന്ത് ചെയ്തു, ഗിറ്റ് മെർജ് ഡെവ് എന്ന് പറഞ്ഞ് ചെയ്തു. പക്ഷെ ഇപ്പം നമ്മൾ ഡെവലപ്പർ ബ്രാഞ്ച് ഇപ്പം മെർജ് ചെയ്യുന്നില്ല. നമ്മൾ മാസ്റ്ററിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പോവുക, മാസ്റ്ററിൽ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ഒരു ന്യൂ എക്സൽ ഫയൽ, അതിന് ഞാൻ ഫസ്റ്റ് എക്സൽ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. എന്നിട്ട് മാസ്റ്ററിൽ ഞാൻ ആഡ് ചെയ്യാൻ പോവുക. ഇനി മാസ്റ്ററിൽ ഞാൻ കമ്മിറ്റ് ചെയ്യാൻ പോവുക, ഫസ്റ്റ് എക്സൽ ഇൻ മാസ്റ്റർ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു, എൻ്റെ 2 ബ്രാഞ്ചും ഡീവിയേറ്റ് ആയി. ഇപ്പോൾ ഞാൻ ലോഗ് വെച്ച് നോക്കുകയാണെങ്കിൽ, ലോഗ് ഓൾ ഗ്രാഫ് എല്ലാത്തിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണുകയാണെങ്കിൽ കണ്ടോ, ഞാൻ രണ്ടാമത്തെ കമ്മിറ്റിൽ നിന്നാണ് പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തത്. അവിടുന്ന് നമ്മൾ പുതിയ ബ്രാഞ്ചിലേക്ക് പോയി. ഇനി പുതിയ ബ്രാഞ്ചിൽ 2 കമ്മിറ്റുകൾ ചെയ്തു. പിന്നെ നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് മാസ്റ്റർ ബ്രാഞ്ചിലും ഒരു കമ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് ഡീവിയേറ്റ് ആയി പോയി. ഡീവിയേറ്റ് ആയ ബ്രാഞ്ചിലും ഒരു കമ്മിറ്റും ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ ഗിറ്റ് ബാഷ് ക്ലിയർ ചെയ്യാം. ഇനി നമ്മൾ ഗിറ്റ് മെർജ് എന്ത് ചെയ്യാൻ പോവാ, ഡെവ് ബ്രാഞ്ച് മെർജ് ചെയ്യാൻ പോവാ. ഇപ്പം മെർജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, മെർജ് ബെയ്ഡ് ബൈ ORT സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതായത് മെർജ് നടന്നു, വേർഡ് ഡോക്യുമെന്റുകൾ മെർജ് ആയി. പക്ഷേ ഇപ്പം നടന്നത് ORT സ്ട്രാറ്റജി വെച്ചിട്ടാണ് മെർജ് നടന്നത്. ഇനി നമ്മൾ ഗിറ്റ് ലോഗ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ പുതിയൊരു കമ്മിറ്റും നടന്നിട്ടുണ്ടാവും. മെർജ് ബ്രാഞ്ച് ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റും നടന്നിട്ടുണ്ടാവും. നേരത്തെ കേസിൽ പുതിയ കമ്മിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ ഫാസ്റ്റ് ഫോർവേഡ് നടക്കുന്ന സമയത്ത് പുതിയ കമ്മിറ്റ് ഉണ്ടാവില്ല. പക്ഷേ ORT സ്ട്രാറ്റജി ആകുമ്പം ഒരു സെപ്പറേറ്റ് കമ്മിറ്റ് നടക്കും. അവിടെ ഒരു കമ്മിറ്റ് ഹാഷും വരും, ഒരു കമ്മിറ്റ് മെസ്സേജും വരും. ഇത് നമ്മൾ കൊടുത്ത കമ്മിറ്റ് മെസ്സേജ് അല്ല, ഗിറ്റ് തന്നെ ചെയ്തതാണ് മെർജ് ബ്രാഞ്ച് ഡെവ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റ് മെസ്സേജ്. ഓക്കെ, അതാണ് ORT സ്ട്രാറ്റജി. ഇപ്പോൾ 2 ബ്രാഞ്ച് ഡീവിയേറ്റ് ചെയ്ത ORT സ്ട്രാറ്റജി ആവും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺഫ്ലിക്റ്റ് എന്താ എപ്പോഴാണ് വരിക എന്ന്. അപ്പോൾ നമുക്ക് അത് പഠിക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഡെവ് ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്തു. ഓക്കെ,
എന്നിട്ട് ഞാൻ ഇവിടെ പഴയതുപോലെ ആക്കാൻ പോവാ. അപ്പോൾ git reset. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഴയതുപോലെയായി. ഇനി നമുക്ക് സെയിം പ്രോസസ് തന്നെ പിന്നെയും ചെയ്യാം. ഒരു ബ്രാഞ്ചിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. സ്വിച്ച് സി ഡെവലപ്പർ ബ്രാഞ്ചിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോട്ടോ. ഫസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തു. ആ ഫസ്റ്റ് ഫയലിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ചേഞ്ചസ് വരുത്താൻ പോവാ. ഫസ്റ്റ് ഫയലിലെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഡെവലപ്പർ മെയ്ഡ് ചേഞ്ചസ് ഇൻ ഫസ്റ്റ് ലൈൻ. ഓക്കെ. സേവ് ചെയ്തു. ക്ലോസ് ചെയ്തു. എന്നിട്ട് ഗിറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഫയലാണ്. അപ്പം സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മോഡിഫൈഡ് ഫയലാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാം. ഗിറ്റ് കമ്മിറ്റ് -a-m എന്താ പറയുന്നത്? ഡെവലപ്പർ ചേഞ്ചസ് ഇൻ ഫസ്റ്റ് ഫയൽ. ഓക്കെ. എൻ്റർ അടിച്ചു. നമ്മൾ ഗിറ്റ് ബാഷ് ക്ലിയർ ചെയ്തു. നമ്മൾ എന്നിട്ട് തിരിച്ച് മാസ്റ്ററിലേക്ക് പോവാം. മാസ്റ്ററിൽ വന്നപ്പം മാസ്റ്ററിലെ ഫസ്റ്റ് ഫയലിലും എന്ത് ചെയ്യാൻ പോവാ? ചേഞ്ച് വരുത്താൻ പോവാ. ഫസ്റ്റ് ലൈനിൽ ഒരേ ഫയലിൽ തന്നെ ചേഞ്ച് വരുത്താൻ പോവാ. അവിടെ നമ്മൾ ടീം ലീഡ് ചേഞ്ച് ചെയ്യുക. ടീം ലീഡ് ചേഞ്ചസ് ഇൻ ഫസ്റ്റ് ലൈൻ. ഫസ്റ്റ് ഫയലിലെ ഫസ്റ്റ് ലൈനിൽ ടീം ലീഡ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരേ ഫയലിൽ തന്നെ ചേഞ്ച് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കമ്മിറ്റ് -a-m എന്താ ചെയ്യണേ? ലീഡ് ചേഞ്ചസ് ഇൻ ഫസ്റ്റ് ലൈൻ. ഓക്കെ. അപ്പോൾ ഒരേ ഫയലിൽ തന്നെ ചേഞ്ചസ് നടന്നു. മാസ്റ്ററിൽ നടന്നു, ഡെവലപ്പർ ബ്രാഞ്ചിൽ നടന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? മെർജ് ചെയ്യാൻ പോവാ. ഡെവലപ്പറുടെ ചേഞ്ചസ് മാസ്റ്ററിലേക്ക് മെർജ് ചെയ്യാൻ പോവാ. അപ്പോൾ ഡെവ് എന്ന് പറഞ്ഞിട്ട്, ഡെവ് എന്നാണ് നമ്മുടെ ബ്രാഞ്ചിന്റെ പേര്. അപ്പോൾ നമ്മൾ ഡെവ് എന്ന് പറഞ്ഞ് ബ്രാഞ്ച് നെയിം കൊടുത്തു എൻ്റർ അടിക്കാൻ പോവാ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? മെർജ് നടക്കുമോ? നോക്കാം. ഇല്ല. കാരണം എന്ത് സംഭവിച്ചു? ഓട്ടോ മെർജിങ് ഫസ്റ്റ് ഫയൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സംഭവം വന്നു. മെർജ് കോൺഫ്ലിക്റ്റ് വന്നു. അപ്പോൾ നമ്മളോട് പറയുന്നത് ഫിക്സ് കോൺഫ്ലിക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഫിക്സ് കോൺഫ്ലിക്റ്റ് ചെയ്യാനാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ എവിടെ കോൺഫ്ലിക്റ്റ് വന്നേക്കുന്നത്? ഫസ്റ്റ് ഫയൽ എന്ന് പറയുന്ന ഫയലിലാണ്. അപ്പോൾ നമ്മളോട് മാനുവലി കോൺഫ്ലിക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ? ഹെഡ് ഒരു ആരോ മാർക്ക്, പിന്നെ ഒരു ഈക്വൽ ടു സൈൻ, പിന്നെ ഒരു ആരോ മാർക്ക്. അതായത് ഇതിൻ്റെ താഴോട്ടുള്ളത് കണ്ടോ? ഈ ലൈൻ ഡെവലപ്പറുടെ ലൈനും ഈ ലൈൻ ടീം ലീഡിൻ്റെ ലൈനും. അപ്പം ഇവർ തമ്മിൽ ഗൂഗിൾ മീറ്റോ എന്തെങ്കിലും മീറ്റ് ഇട്ടിട്ട് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് ആ കോൺഫ്ലിക്റ്റ് മാനുവലി റിസോൾവ് ചെയ്യണം. ആരുടെ ലൈനാണ് വേണ്ടത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്തിട്ട് വിചാരിച്ചു ഓക്കെ ടീം ലീഡിൻ്റെ ലൈൻ മതി. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് അങ്ങ് ബാക്ക് സ്പേസ് അടിച്ച് കളയുക. ബാക്കിയുള്ള സംഭവങ്ങൾ ബാക്ക് സ്പേസ് അടിച്ചിട്ട് കളയുക. ഇങ്ങനെയാണ് മാനുവലി മെർജ് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നത്. എന്നിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോഴും നമ്മുടെ പണി തീർന്നിട്ടില്ല. ഇനി നമ്മൾ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അത് കമ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മോഡിഫൈ ചെയ്യുക. അപ്പോൾ നമ്മളത് കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗിറ്റ് കമ്മിറ്റ് ആഡ് കൊടുക്കുക, മെസ്സേജ് കൊടുക്കുക, മെർജ് കോൺഫ്ലിക്റ്റ് ഫിക്സ്ഡ് ബൈ ഡെവ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ലീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിച്ചു. ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ഫിക്സ് ചെയ്തു. ഓക്കെ. നമുക്കിത് ഗിറ്റ് ബാഷ് ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ ലോഗ് നോക്കാം. ലോഗ് ഓൺലൈൻ. അപ്പോൾ കണ്ടോ? ഇവിടെ ഒരു കമ്മിറ്റ് നടന്നു. എന്നിട്ട് നമ്മുടെ മെർജ് നടന്നു. ഇവിടെ മെർജ് കോൺഫ്ലിക്റ്റ് ഫിക്സ്ഡ് ബൈ ലീഡ്. ഇനി നമ്മളിപ്പോൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഓൾ ഗ്രാഫ് കണ്ടോ? ഈ ഗ്രാഫ് ഇപ്പോൾ കണ്ടോ? നമ്മൾ ആദ്യം ഇവിടെ സെക്കൻഡ് കമ്മിറ്റിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു. ഈ ഗ്രീൻ കാണുന്നതാണ് ഡെവലപ്പറുടെ ചേഞ്ചസ്. ഈ ഒരു ലൈൻ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈനാണ് മാസ്റ്ററുടെ ചേഞ്ചസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ മെർജ് ചെയ്തു. കണ്ടോ? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടോ? അപ്പോൾ ഇതാണ് മെർജ് കോൺഫ്ലിക്റ്റ് നമ്മൾ മാനുവലി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗിറ്റ് മെർജ് എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പാർട്ടാണ് ഗിറ്റ് റീബേസ്. അപ്പോൾ മെർജ് എന്താ, റീബേസ് എന്താ? റീബേസും മെർജ് തന്നെ ചെയ്യുന്നത്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം ഇതൊക്കെ ക്ലിയർ ചെയ്യാം. എന്നിട്ട് മാസ്റ്റർ ബ്രാഞ്ചിലാണല്ലേ, ആദ്യം നമുക്ക് ഡെവലപ്പർ ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡെവ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഡെവലപ്പർ ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്തു. ഇനി മാസ്റ്റർ ബ്രാഞ്ചിലെ ലോഗ് നോക്കി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് പഴയ രീതിയിലോട്ട് തന്നെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കൺട്രോൾ ഗിറ്റ് റീസെറ്റ് ഹാർഡ് പഴയ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കമ്മിറ്റിൽ എങ്ങനെയായിരുന്നു എൻ്റെ ഫയലിൽ നിന്നത് അതുപോലെ എനിക്ക് വേണം. കൺട്രോൾ ഇൻസേർട്ട് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പഴയതുപോലെയായി. ഓക്കെ. 2 ഫയലുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ലോഗ് ചെക്ക് ചെയ്താലും ആകെ 2 കമ്മിറ്റ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ഗിറ്റ് റീബേസ് പഠിക്കാൻ പോവുക. ഗിറ്റ് റീബേസ്. ഓക്കെ. നമ്മൾ പഴയതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ സ്വിച്ച് സി ഡെവ് ബ്രാഞ്ച് ഡെവലപ്പർ ബ്രാഞ്ചിലോട്ട് പോയി. ഇനി ഡെവലപ്പർ ബ്രാഞ്ചിൽ നമ്മൾ 2 കമ്മിറ്റുകൾ ചെയ്യാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് ഉണ്ടാക്കാൻ പോവുക. ന്യൂ ഒരു വേർഡ് ഡോക്യുമെൻറ്റ്, പഴയ പ്രോസസ്സ് തന്നെ. ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഗിറ്റ് ആഡ് കൊടുത്തു. പിന്നെ നമ്മൾ ഗിറ്റ് കമ്മിറ്റ് കൊടുത്തു. ഫസ്റ്റ് വേർഡ് ഇൻ ഡെവ്. ഓക്കെ. അങ്ങനെ നമ്മൾ ഡെവലപ്പർ ബ്രാഞ്ചിൽ ചേഞ്ച് വരുത്തി. ഇനി നമ്മൾ തിരിച്ച് മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് പോവുക. മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ. മാസ്റ്റർ ബ്രാഞ്ചിൽ നമ്മൾ ചേഞ്ചസ് വരുത്താൻ പോവുക. അപ്പോൾ മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു മെയിൻ ബ്രാഞ്ച്. അതിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ടാവും. ഡെവലപ്പർ ബ്രാഞ്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡെവലപ്പേഴ്സിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യാനുള്ള ബ്രാഞ്ച് ആയിരിക്കും. അപ്പോൾ മാസ്റ്റർ ബ്രാഞ്ചിൽ എപ്പോഴും എന്ത് നടക്കും? ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഫസ്റ്റ് എക്സൽ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഗിറ്റ് ആഡ് കൊടുത്തു.
ഗിറ്റ് കമ്മിറ്റും ഫസ്റ്റ് എക്സൽ അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ച് എപ്പോഴും എന്താവും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഗിറ്റ് സ്വിച്ച് ഡെവലപ്പർ ബ്രാഞ്ചിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെവലപ്പർ ബ്രാഞ്ച് എന്തായിരിക്കണം, എപ്പോഴും നമ്മുടെ മാസ്റ്റർ ബ്രാഞ്ചിനോട് അപ്ഡേറ്റഡ് ആയിരിക്കണം. മാസ്റ്റർ ബ്രാഞ്ച് എപ്പോഴും എന്താവും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഡെവലപ്പർ ബ്രാഞ്ച് മാസ്റ്റർ ബ്രാഞ്ചിനോട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗിറ്റ് റീബേസ് എന്ന് പറയുന്ന കീവേഡ്. ഇപ്പോൾ ഗിറ്റ് റീബേസ് നമ്മുടെ ബേസ് ബ്രാഞ്ച് എന്താണോ, എപ്പോഴും ബേസ് ബ്രാഞ്ച് എന്തായിരിക്കും, ഒരു മരത്തിൻ്റെ ബേസ് ബ്രാഞ്ച് എന്തായിരിക്കും, മാസ്റ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡെവലപ്പർ ബ്രാഞ്ച് മാസ്റ്റർ ബ്രാഞ്ചിനോട് അപ്ഡേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഡെവലപ്പർ ബ്രാഞ്ചിൻ്റെ ലോഗ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് ലോഗ് കാണിച്ചു തരാം. ലോഗ് ചെക്ക് ചെയ്യുമ്പം ഫസ്റ്റ് കമ്മിറ്റ് ഉണ്ട്, സെക്കൻഡ് കമ്മിറ്റ് ഉണ്ട്, പിന്നെ ഡെവലപ്പർ ബ്രാഞ്ചിൽ എന്തുണ്ട്, ഒരു വേർഡ് ഡോക്യുമെൻറ്റും ഉണ്ട്. ഇനി നമ്മൾ റീബേസ് ചെയ്യാൻ പോവുക. അതായത് മാസ്റ്ററിൽ എന്തൊക്കെ ചേഞ്ചസ് നടന്നിട്ടുണ്ടോ അതൊക്കെ ഡെവലപ്പർ ബ്രാഞ്ചിലോട്ട് എടുക്കാൻ പോവുക. അപ്പോൾ ജസ്റ്റ് ഗിറ്റ് റീബേസ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ സക്സസ്ഫുള്ളി റീബേസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പോൾ എന്താ, എക്സൽ ഫയലും വന്നു. ഇനി ഞാൻ എൻ്റെ ലോഗ് നോക്കാം കേട്ടോ, ശ്രദ്ധിച്ചു കണ്ടോ. ലോഗ് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ചേഞ്ചസ് ഇൻ മാസ്റ്റർ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വേർഡ് കിടക്കുന്നത്. അതായത് റീബേസ് നടന്നു അവിടെ. അപ്പോൾ ഞാനിത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ, ആദ്യം ഫസ്റ്റ് ഫയൽ സെക്കൻഡ് ഫയൽ ഇതുവരെ മാസ്റ്റർ ആയിട്ട് സെയിം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഡെവലപ്പർ ബ്രാഞ്ചിൽ വേർഡ് ഡോക്യുമെന്റ് ആഡ് ചെയ്തു. പക്ഷേ വേർഡ് ഡോക്യുമെന്റിന്റെ കമ്മിറ്റ് അല്ല ഇവിടെ കിടക്കുന്നത്, മാസ്റ്ററിലെ ചേഞ്ചിന്റെ കമ്മിറ്റാണ് കിടക്കുന്നത്. അതിന്റെ മേളിലാണ് വേർഡ് ഡോക്യുമെന്റിന്റെ കമ്മിറ്റ് കിടക്കുന്നത്. അതായത് ബേസ് മാറി, റീബേസ് നടന്നു. അപ്പോൾ എപ്പോഴും എന്ത് സംഭവിക്കുക, നമ്മുടെ ഡെവലപ്പർ ബ്രാഞ്ച് മാസ്റ്റർ ബ്രാഞ്ചിനോട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, റീബേസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുക. ഗിറ്റ് റീബേസ്, ഇതാണ് നമ്മുടെ ബേസ് ബ്രാഞ്ച് അല്ലെങ്കിൽ മാസ്റ്റർ ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീബേസ് യൂസ് ചെയ്യുക. അപ്പോൾ ഗിറ്റ് മെർജും ഗിറ്റ് റീബേസും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ റീബേസ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും നമുക്കൊരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും കിട്ടുക. മെർജിൻ്റെ കേസിൽ എന്താ, ഇവിടെ നിന്നൊരു ഡൈവേർജ്ഡ് ഗ്രാഫ് ആയിരിക്കും കിട്ടുക. റീബേസിൻ്റെ കേസിൽ നമുക്കൊരു ലീനിയർ ഹിസ്റ്ററി കിട്ടും, ലീനിയർ കമ്മിറ്റ് ഹിസ്റ്ററി കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റീബേസ് യൂസ് ചെയ്യുക. പിന്നെ മെർജ് എന്ന് പറയുമ്പോൾ ഡൈവേർജ്ഡ് ഗ്രാഫ് ആയിരിക്കും. ഇനി ഗിറ്റ് സ്ക്വാഷ് എന്താ യൂസ് ചെയ്യുന്നത്, ഗിറ്റ് സ്ക്വാഷും ഉണ്ട് ഗിറ്റ് ചെറി പിക്കും ഉണ്ട്. ആ രണ്ട് കമാൻഡുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ലോഗ് ക്ലിയർ ചെയ്തു, പഴയതുപോലെ ആക്കാൻ പോവുക. ഗിറ്റ് ലോഗ് 1 ലൈൻ, ഇത് ഡെവലപ്പർ ബ്രാഞ്ച് ആണല്ലേ. അപ്പോൾ ആദ്യം മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്യാം. മാസ്റ്റർ ബ്രാഞ്ചിൽ വന്നു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ലോഗ് ചെയ്യാൻ പോവുക. എന്നിട്ട് ഞാൻ റീസെറ്റ് കൊടുക്കാൻ പോവാം. ഇവിടെ ഇപ്പോൾ ഒരു കമൻറ്റ് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഗിറ്റ് റീസെറ്റ് ഹാർഡ് ഹെഡ് 1 അങ്ങനെ കൊടുത്തു. അപ്പോൾ പഴയതുപോലെ ആകെ 2 ഫയൽ. ഓക്കെ, എല്ലാം ക്ലിയർ ആയി. ഇനി ഞാൻ പഠിക്കാൻ പോകുന്ന ഗിറ്റ് എന്താ, സ്ക്വാഷ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് വിചാരിക്കും ഇവിടെ ഇപ്പോൾ 2 കമ്മിറ്റ് നടന്നു, ഇനി എനിക്കൊരു ബഗ്ഗിൻ്റെ ഫയൽ വന്നു. ഞാൻ ഒരു പുതിയ ബഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാം, ബഗ് ഫയൽ. ഓക്കെ, ബഗ് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗിറ്റ് ആഡ് ചെയ്തു. ഇനി ഞാനത് ഗിറ്റ് കമ്മിറ്റ് ചെയ്തു, ബഗ് ഫയൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ബഗ് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ ബഗ് ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആദ്യം ഞാൻ ഡെവലപ്പർ 1 ട്രൈഡ് ബഗ് ഫിക്സ് സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു, സേവ് ചെയ്തു, ഇനി ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മോഡിഫൈഡ് ഫയലാണ്. അപ്പോൾ എനിക്ക് ഗിറ്റ് കമ്മിറ്റും ആഡും ഒരു ലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. dev1 ബഗ് ഫിക്സ്. അത് കഴിഞ്ഞ് dev1 നോക്കിയിട്ട് ശരിയായില്ല, അപ്പം dev2 ചെയ്യാൻ പോവാം. അപ്പോൾ dev2 ബഗ് ഫിക്സ് സേവ് ചെയ്തു, dev2 വന്നിട്ട് ഗിറ്റ് ആഡ് കൊടുത്തു. ഗിറ്റ് ആഡ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഗിറ്റ് കമ്മിറ്റ് തന്നെ ചെയ്യായിരുന്നു. dev2 ബഗ് ഫിക്സ്. അപ്പോൾ dev2 നോക്കിയിട്ടും ശരിയായില്ല. ഇനി അടുത്ത ആൾ വരാൻ പോവുക, നമ്മുടെ ടീം ലീഡ് വന്നാലേ ഇത് ശരിയാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ടീം ലീഡ് വന്നിട്ട് ഫിക്സ് ചെയ്യാൻ പോവുക. അപ്പോൾ ടീം ലീഡ് ബഗ് ഫിക്സ് ചെയ്തു. ഇനി അത് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതും കമ്മിറ്റ് ചെയ്യണം. കമ്മിറ്റ് ടീം ലീഡ് ബഗ് ഫിക്സ്. ഓക്കെ, ഇനി ഞാൻ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ലോഗ് കാണാൻ പോവാം. ലോഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ രണ്ടാമത്തെ ഇത് കഴിഞ്ഞിട്ട് ബഗ് വന്നു. ബഗ് തന്നെ കുറേ കമ്മിറ്റുകളുണ്ട്. ഇപ്പം എൻ്റെ ബഗ് ഫിക്സായി, ഈ ഒരു കമ്മിറ്റിൽ എൻ്റെ ബഗ് ഫിക്സായി, ടീം ലീഡ് വന്നിട്ട് ഫിക്സ് ചെയ്തു. പക്ഷേ ഇങ്ങനെ ബഗ് ഫിക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ കമ്മിറ്റുകളുണ്ട്. ഈ കമ്മിറ്റുകളൊക്കെ ഒറ്റ കമ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗിറ്റ് സ്ക്വാഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ് റീബേസ്, ഇവിടെയും റീബേസ് തന്നെ നടക്കുന്നത്, നമ്മുടെ റീബേസ് നടക്കുന്നത്. പക്ഷേ അതൊരു ഇൻട്രാക്റ്റീവ് റീബേസാണ്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കമ്മിറ്റിൻ്റെ ഹാഷ് കൊടുക്കണം. ഈ ഒരു ഹാഷ് കഴിഞ്ഞിട്ടാണ് ബഗ്ഗുകൾ വന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് ഒറ്റ കമ്മിറ്റ് ആക്കേണ്ടത്. അപ്പം നമ്മൾ ഈ കമ്മിറ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. ഇപ്പോൾ നമുക്ക് റീബേസിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ടൈപ്പ് ചെയ്യാം, ഗിറ്റ് റീബേസ്, ഇൻട്രാക്റ്റീവ് റീബേസ് ആണ്. എന്നിട്ട് ഈ കമ്മിറ്റാണ് കോപ്പി ചെയ്തിട്ട് ഈ കമ്മിറ്റാണ് എനിക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ,
അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ മറ്റേ വിം എഡിറ്റർ ഓപ്പൺ ആയി. ഇനി നമുക്കിവിടെ കാണാൻ പറ്റും പിക്ക്, റീവേഡ്, എഡിറ്റ്, സ്ക്വാഷ്, ഫിക്സപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണമെങ്കിലും നമ്മൾ പിക്ക് ചെയ്ത് വെക്കണം. ബാക്കിയുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സ്ക്വാഷ് ചെയ്യാൻ പോകുന്നത്. ഈ 3 കമ്മിറ്റുകൾ നമുക്ക് വേണ്ട. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒറ്റ കമ്മിറ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അറിയാലോ വിം എഡിറ്ററിൻ്റെ കീസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസേർട്ട് മെനു നിൽക്കുക. എന്നിട്ട് ഇത് സ്ക്വാഷ് ചെയ്യുക. ഏതൊക്കെ കമ്മിറ്റുകൾ സ്ക്വാഷ് ചെയ്യണം, ഒറ്റ ഒരെണ്ണം ആക്കണം, അതൊക്കെ നമ്മൾ സ്ക്വാഷ് ആക്കി വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്ത് വെക്കാൻ വേണം. സ്ക്വാഷ് ചെയ്യുക. ഇനി നമ്മൾ ഇൻസേർട്ട് കഴിഞ്ഞ് എസ്കേപ്പ് അടിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് ചെയ്യുക. എൻ്റർ അടിക്കുക. എന്നിട്ട് ക്വിറ്റ് ചെയ്യണമെങ്കിൽ ക്യൂ മെനു നിൽക്കുക. കോളൻ ക്യൂ എന്ന് അടിച്ചിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ഈ വിം എഡിറ്ററിൽ നിന്ന് ക്വിറ്റ് ആവും. സ്ക്വാഷ് ചെയ്തിട്ട് നമ്മൾ ക്വിറ്റ് ചെയ്തു. ഓക്കെ. ക്വിറ്റ് ആയപ്പം പിന്നെയും വിം എഡിറ്റർ ഓപ്പൺ ആയി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള കമ്മിറ്റ് മെസ്സേജ് കൊടുക്കാം. അപ്പം കമ്മിറ്റ് മെസ്സേജ് കൊടുക്കണമെങ്കിൽ ഇതേപോലെ ഇൻസേർട്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ലൈൻ കണ്ടോ? കമ്മിറ്റ് മെസ്സേജ് ഒന്നും കൊടുത്തില്ല. നമ്മൾ ഇവിടുന്ന് തന്നെ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കമ്മിറ്റ് മെസ്സേജ് ആയിരിക്കും നമുക്ക് റെസ്പോൺസിൽ വരിക. പക്ഷേ നമുക്ക് കസ്റ്റമായിട്ട് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കണമെങ്കിൽ ഇൻസേർട്ട് അടിച്ചിട്ട് ഇവിടെ നമ്മൾ കമ്മിറ്റ് മെസ്സേജ് കൊടുക്കണം. എന്താ? ബഗ് ഫയൽ ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണുന്നതെല്ലാം എന്താവും? കമ്മിറ്റ് ആവും. അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിതെല്ലാം വേണ്ട. ഫോർ കമ്മിറ്റ് എന്നൊന്നും പറഞ്ഞിട്ട് വേണ്ട. അപ്പോൾ അതൊക്കെ നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് കളയാം. ബഗ് ഫയൽ ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും മതി. ഇത്രയും മതി നമുക്ക് കമ്മിറ്റ് മെസ്സേജ്. എസ്കേപ്പ് അടിക്കുക. ക്യൂ അടിച്ച് കഴിഞ്ഞാൽ 2 നടക്കും. റൈറ്റ് നടക്കും, ക്വിറ്റ് നടക്കും. എൻ്റർ അടിക്കുക. ഓക്കെ. അപ്പോൾ സക്സസ്ഫുള്ളി റീബേസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി നമ്മൾ ഗിറ്റ് ലോഗ് ചെക്ക് ചെയ്യാൻ പോവാം. ഗിറ്റ് ലോഗ് 1 ലൈൻ. അപ്പോൾ നേരത്തെ കേസിൽ ഈ ഒരു കമ്മിറ്റ് കഴിഞ്ഞിട്ട് കുറേ കമ്മിറ്റുകൾ ഉണ്ടായിരുന്നു ബഗ് ഫയലിന്. ഇപ്പോൾ എന്തേ? ഒറ്റ കമ്മിറ്റായി. ഒറ്റ കമ്മിറ്റും ഒരു കമ്മിറ്റ് മെസ്സേജും ആയി. അപ്പോൾ ഒറ്റ കമ്മിറ്റായിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റിൽ പോവുകയാണെങ്കിൽ ഡോക്യുമെൻറ്റിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, സെക്കൻഡ് ഫയൽ കഴിഞ്ഞിട്ട് ലോഗ് അടിച്ച് നോക്കുമ്പോൾ ഇത്രയും കമ്മിറ്റുകളുണ്ട്. നമുക്കിത് ഈ കമ്മിറ്റുകളെല്ലാം കൂടെ ഒറ്റ കമ്മിറ്റ് ആക്കാൻ പറ്റും. അതിനാണ് നമ്മൾ സ്ക്വാഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ കമ്മിറ്റ് ആക്കാൻ പറ്റും. ഏർലിയർ ഇങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയായി, 3 കമ്മിറ്റായി. അപ്പോൾ വൃത്തിയായി. ഇനി അടുത്തതാണ് ഗിറ്റ് ചെറി പിക്ക്. ചെറി പിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇൻ്റർവ്യൂസിനൊക്കെ കുറേ ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇത് മൊത്തം ഡിലീറ്റ് ചെയ്തു. ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി ഞാൻ ഓൾറെഡി എനിക്ക് ഡെവലപ്പർ ബ്രാഞ്ച് ഉണ്ടെന്നുണ്ട്. ഓക്കെ, ഡെവലപ്പർ ബ്രാഞ്ച് ഉണ്ട്. ഞാൻ ആ ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യട്ടെ. ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെവലപ്പർ ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ അത് മെർജ് ആവാത്തതുകൊണ്ട് ഡിലീറ്റ് ആവണില്ല. അപ്പോൾ ഫോഴ്സ്ഫുള്ളി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്യാപിറ്റൽ ഡി യൂസ് ചെയ്യാം. ഗിറ്റ് ബ്രാഞ്ച് ക്യാപിറ്റൽ ഡി ഡെവ്. അപ്പോൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഡിലീറ്റ് ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ ഗിറ്റ് ബ്രാഞ്ച് നോക്കുമ്പോൾ ഒരേ ഒരു ബ്രാഞ്ചേ ഉള്ളൂ. അത് നമ്മുടെ മാസ്റ്റർ ബ്രാഞ്ചാണ്. ഇനി ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഡെവലപ്പർ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്യാൻ പോവാ. ഗിറ്റ് സ്വിച്ച്, എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ഡെവലപ്പർ ബ്രാഞ്ച്. ഇപ്പോൾ ഡെവലപ്പർ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ആയി. ഇനി ഡെവലപ്പർ ബ്രാഞ്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. നമ്മൾ ആദ്യം ഒരു വേർഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ പോവാ. ഇവിടുന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഒരു വേർഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കുക. അത് ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അത് നമ്മൾ ഗിറ്റ് ആഡ് കൊടുത്തു. ഗിറ്റ് ആഡ് ഡോട്ട്, പിന്നെ ഗിറ്റ് കമ്മിറ്റ് എം ഫസ്റ്റ് വേർഡ് ഇൻ ഡെവ്. ഓക്കെ. ഇനി നമ്മൾ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ഒരു ന്യൂ എക്സൽ ഫയൽ. ഫസ്റ്റ് എക്സൽ. ഇവിടെ നമ്മൾ എന്നിട്ട് ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തു. പിന്നെ ഗിറ്റ് കമ്മിറ്റ് എം. അവിടെ നമ്മൾ ഫസ്റ്റ് വേർഡ് അല്ല, എക്സൽ ഇൻ ഡെവ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോവാം. എക്സൽ ഇൻ ഡെവ് അങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ ഒരു ഫയലും കൂടെ ആഡ് ചെയ്യാം. ഒരു വേർഡ് ഡോക്യുമെൻറ്റും കൂടെ ആഡ് ചെയ്യാം. വേർഡ് ഡോക്യുമെൻ്റ് ഇവിടെ സെക്കൻഡ് വേർഡ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. അത് നമ്മൾ ഇതേപോലെ ഗിറ്റ് ആഡ് കൊടുത്തു. പിന്നെ ഗിറ്റ് കമ്മിറ്റ് എം സെക്കൻഡ് വേർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, എൻ്റർ അടിച്ചു. ഇനി നമുക്കിത് ക്ലിയർ ചെയ്തിട്ട് ഭംഗിയിൽ കാണിച്ചു തരാം. ഞാൻ ലോഗ് 1 ലൈൻ നിൽക്കുമ്പം എനിക്ക് എന്ത് കാണാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഡെവലപ്പർ ബ്രാഞ്ചിലാട്ടോ. ഡെവലപ്പർ ബ്രാഞ്ചിൽ ഒരു വേർഡ് കമ്മിറ്റ് ചെയ്തു, പിന്നെ ഒരു എക്സൽ കമ്മിറ്റ് ചെയ്തു, സെക്കൻഡ് വേർഡും ഉണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് വരാൻ പോവാം. മാസ്റ്റർ ബ്രാഞ്ചിൽ വന്നു. മാസ്റ്റർ ബ്രാഞ്ചിലാകെ രണ്ട് ഫയൽസേ ഉള്ളൂ, അല്ലെങ്കിൽ 3 ഫയൽസേ ഉള്ളൂ. അവിടെ ഞാൻ ലോഗ് ചെക്ക് ചെയ്തപ്പം എനിക്ക് കാണാൻ പറ്റും ആകെ 3 കമ്മിറ്റ്സേ ഉള്ളൂ. ഇനി ഞാനിപ്പോൾ മാസ്റ്റർ ബ്രാഞ്ചിലാണ്. ഡെവലപ്പർ ബ്രാഞ്ച് എനിക്ക് മൊത്തം മെർജ് ചെയ്യേണ്ട. എനിക്ക് അവിടുന്ന് ഈ ഒരു എക്സൽ ഫയൽ മാത്രം മതി. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോ. ഡെവലപ്പർ ബ്രാഞ്ചിലെ എല്ലാ സാധനവും എനിക്ക് വേണ്ട. അവിടുന്ന് എനിക്ക് ആകെ ഒരേ ഒരു സാധനം മതി, ഈ എക്സൽ ഫയൽ മാത്രം മതി. അപ്പോഴാണ് നമ്മൾ ചെറി പിക്ക് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുക, സ്പെസിഫിക്കലി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറി പിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അതിനുള്ള കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ചെറി പിന്നെ ഹൈഫൺ പിക്ക്, എന്നിട്ട് ആ കമ്മിറ്റ് ഡെവലപ്പർ ബ്രാഞ്ചിലെ കമ്മിറ്റ് കണ്ടോ, എക്സൽ കിടക്കുന്ന കമ്മിറ്റ്, ആ കമ്മിറ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടോ, നമ്മുടെ മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് ആ എക്സൽ ഫയൽ വന്നു. അപ്പോൾ സ്പെസിഫിക്കലി ആ ഒരു ഫയൽ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറി പിക്ക് യൂസ് ചെയ്യുന്നത്, ഗിറ്റ് ചെറി പിക്ക്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിന് കൂടുതലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് ഗിറ്റ് ചെറി പിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ഗിറ്റ് കമാൻഡ്സ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഗിറ്റും ഗിറ്റ് ഹബും തമ്മിൽ ലിങ്ക് ചെയ്യും. എന്നിട്ട് ഗിറ്റ് പുള്ള്, ഗിറ്റ് പുഷ്, പിന്നെ ഗിറ്റ് ഫെച്ച്, അങ്ങനത്തെ കുറേ കമാൻഡ്സ് ഉണ്ട്.
പിന്നെ ഗിറ്റ് സ്റ്റാഷ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റാ. ആ കമാൻഡ്സ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും.